ഈ പൂ ചില ആളുകൾക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങുന്നു. ചില ആളുകൾക്ക് കൊടുക്കുമ്പോൾ എന്താ നിന്റെ പ്രശ്നം, എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നില്ല. ഈ ഒരു സാധനം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. നമ്മൾ കാരണം ഒരുപാട് പേര് ഹാപ്പി ആവുന്നത് കാണുന്നതിനേക്കാൾ വലിയൊരു ഹാപ്പിനെസ് എന്താ വേറുള്ളത്? ഭയങ്കര തീവ്രതയാണ് ആ സന്തോഷത്തിന്. അതിനേക്കാൾ താഴ്ന്ന ഒരു സന്തോഷവും ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടില്ല. അഡിക്ഷനിലൊക്കെ ഇതല്ലേ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും. ഡ്രിങ്ക്സ്, സെക്സ് തുടങ്ങിയ സംഭവങ്ങളുടെയൊക്കെ പിന്നാലെ കംപ്ലീറ്റ് ആയിട്ട് ജീവിതത്തെ അഴിച്ചുവിട്ടിട്ടുള്ള ആൾക്കാരില്ലേ, അവർക്കൊരു പൂമ്പാറ്റയെ കണ്ട സന്തോഷം തോന്നില്ല. ഹലോ എവരിവൺ, മോഡേൺ വിസ്ഡം മലയാളം പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വിഷയം ഹാപ്പിനെസ്സിനെ പറ്റിയിട്ടാണ്. ഞാൻ മൊയ്തീൻ, എൻ്റെ ഒപ്പം അനിൽകുമാർ PC. വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. താങ്ക് യു. ഇന്നത്തെ വിഷയം വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് നമ്മൾ എല്ലാവർക്കും, എല്ലാ മനുഷ്യന്മാരും കോമൺ ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ജീവിതത്തിൽ സന്തോഷം നേടുക എന്നുള്ളതാണ്. ജീവിതത്തിൽ സന്തോഷവാനായിരിക്കുക. നമ്മൾ ഒന്ന് നോക്കി വെച്ചാൽ മനസ്സിലാവും, എല്ലാ മനുഷ്യന്മാരുടെ എല്ലാ എഫേർട്സും, ജീവിതത്തിൽ ചെയ്യുന്ന പല പ്ലാൻസും, അവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇൻ സം വേ കൂടുതൽ ഹാപ്പിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെയ്തു വെച്ചാൽ ഞാൻ ഹാപ്പി ആവും, ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും. ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് മനുഷ്യൻ്റെ ജീവിതത്തിന് നമുക്ക് ഡിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ ഒറ്റ വരിയിലൊക്കെ പറയാം. പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് നമുക്ക് കാണുമ്പോൾ പറയാൻ പറ്റും. ബട്ട് എന്നിരുന്നാലും എല്ലാവരും കോമൺ ആയിട്ട് ഒരു ഗോളായിട്ട് വെക്കുന്നെങ്കിൽ പോലും എല്ലാവരും കോമൺ ആയിട്ട് ഫെയിൽ ആവുന്നതും ഈ ഒരു പ്രൊജക്റ്റിലാണ്. അപ്പോൾ ഓക്കെ ഉണ്ടാവും, ഇത് മാത്രം ഉണ്ടാവില്ല. നമ്മൾ കാണുന്നതാണ്, പണത്തിന്റെ പിന്നാലെ പോവും, പണം കിട്ടിക്കഴിയുമ്പോൾ അവിടെ ഇവിടെ ഒന്നും ഹാപ്പിനെസ് ഇല്ലാന്നുണ്ട് നമ്മൾ കാണുന്നതാണ്. ഒരുപാട് പണം ഉണ്ടാക്കിയിട്ടും ഭയങ്കര ഡിപ്രഷനിൽ കഴിയുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അവരതല്ല ഹാപ്പിനെസ് എന്ന് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ വരും. ഇതിങ്ങനെ കുറേ ഏരിയാസിൽ നമ്മൾ കാണാൻ പറ്റും. റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന എന്തെങ്കിലും ഒരു പൊസിഷൻ ആയിരിക്കാം. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം അവിടെ ഹാപ്പിനെസ് ഇല്ല എന്ന് മനസ്സിലാക്കാം. അപ്പം ജീവിതം തന്നെ ഈ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയുള്ള ഒരു ഓട്ടത്തിൽ ജീവിതത്തിൽ അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ ഹാപ്പിനെസ് തരുമെന്ന് വിചാരിച്ച കാര്യങ്ങളൊന്നും അവർ ഹാപ്പിനെസ് തരുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ മനുഷ്യൻ കോമൺ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഹാപ്പി ആവാനുള്ള ഒരു പ്രൊജക്റ്റിൽ എല്ലാവരും കോമൺ ആയിട്ട് ഫെയിൽ ആവണം. അത് കാണിച്ചു തരുന്നത് മനുഷ്യൻ്റെ ഈ പ്രൊജക്റ്റിൽ മനുഷ്യൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് തെറ്റാണ് എന്നുള്ളതാണ്. മനുഷ്യൻ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി തെറ്റാണെന്നുള്ളത്. ബിക്കോസ് ഹാപ്പിനെസ് നമുക്ക് പോസിബിൾ ആണ്. മനുഷ്യന് ഹാപ്പി ആവാൻ പറ്റില്ല എന്നൊന്നും നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കാണുന്നതാണ്, ചില ആളുകൾ അവർ നാച്ചുറലി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷെ അവർക്ക് നമ്മൾ വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്. ഹാപ്പിനെസ് ശരിക്കും റിയലിസ്റ്റിക്കലി ലോങ് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലൊരു ഹാപ്പിനെസ്, ഹാപ്പി ആവാനുള്ള ഒരു പ്രോസസ്സിൽ നമ്മൾ വിട്ടുപോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ പലതിലും പിഴവുകൾ നമുക്ക് സംഭവിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലുള്ള പിഴവുകളാണ് നമുക്ക് ഈ ഒരു ഹാപ്പി ആവാൻ നമ്മളെ അനുവദിക്കാതെ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ഹാപ്പിനെസ് എന്നുള്ള പെർസ്യൂട്ടിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അല്ലെങ്കിൽ അതിൽ അപ്രോച്ചിലുള്ള പിഴവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇതിൻ്റെ നമ്മൾ ചർച്ചയിലേക്കൊക്കെ കിടക്കുന്നതിന് മുമ്പേ, ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചിന്തിച്ച് നോക്കുക. വാട്ട് ഈസ് ഹാപ്പിനെസ്? ഹൗ ടു ഗെറ്റ് ഹാപ്പിനെസ് ആണ് ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം. ഇപ്പം അങ്ങനെയാറില്ല, കുറച്ച് മുമ്പ് അങ്ങനെയായിരുന്നു. ഹൗ ടു ഗെറ്റ് ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. വാട്ട് ഈസ് ഹാപ്പിനെസ് എന്ന് അങ്ങനെ സെർച്ച് പോകുന്നില്ല. ആക്ച്വലി ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു സാധനം വേണം അല്ലെങ്കിൽ എങ്ങനെ നേടാം എന്നൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് അതെന്താണ് എന്നെന്താ ചിന്തിച്ചാൽ ഹാപ്പിനെസിന്റെ റിയൽ നേച്ചർ എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. ഹാപ്പിനെസിന്റെ ഡെഫിനിഷൻ എന്തിനാണ്? അതിന് കോമൺ ഡെഫിനിഷൻ ഉണ്ടാവുമോ? സാധ്യത ഉണ്ടോ? എന്ത് തോന്നുന്നു? ഒരു കോമൺ ഡെഫിനിഷൻ എന്നുള്ള ഹാപ്പിനെസ്, വാട്ട് ഈസ് ഹാപ്പിനെസ് എന്ന ചോദ്യത്തിന്റെ ആൻസർ, ഒരു കോമൺ ആൻസർ ഉണ്ടാവുമോ? തോന്നുന്നില്ല. കോമൺ ആൻസർ ഉണ്ടാവുമോ അതിന്? അതോ ഓരോരുത്തർക്കും അനുസരിച്ച് ആൻസർ മാറിക്കൊണ്ടിരിക്കുമോ? ലൈക്ക് നമ്മളെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്, നമ്മൾ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുക എന്നുള്ളത്. ബട്ട് അതിലോട്ടുള്ള ഒരു പ്രോസസ്സ് കംപ്ലീറ്റ്ലി എല്ലാവർക്കും ഡിഫറെന്റ് ആയിരിക്കാം അല്ലേ? അതൊരു അൾട്ടിമേറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യുന്ന സാധനം ഒന്നും തന്നെ ആയിരിക്കും, അതിന്റെ അളവിൽ മാത്രം വ്യത്യാസം ഉണ്ടാവും അല്ലേ? അപ്പോൾ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ഹാപ്പിനെസ് എന്താണെന്നുള്ളത് നമ്മൾക്ക് അത്ര പെട്ടെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. എനിവേ, നമ്മൾ നോർമലി നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും അല്പം ഹൈ ആയ ഒരു ഇമോഷണൽ സ്റ്റേറ്റ്, കുറച്ച് ഹൈ ആയിട്ടുള്ള ഒരു ഇമോഷണൽ സ്റ്റേറ്റിന് നമുക്ക് ഹാപ്പിനെസ് എന്ന് പറയാം. നമ്മളെല്ലാവരും അത് വളരെ ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഇത് നമുക്ക് എപ്പോഴും നിലനിർത്തണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അത് അതിമോഹമാണ് കേട്ടോ. കാരണം എവർ ഹാപ്പി ഇങ്ങനെയൊക്കെ ചില വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ജീവിതത്തിൽ സദാ സന്തോഷത്തോടെ ഇരിക്കാൻ, ഇങ്ങനെയൊക്കെ. അങ്ങനെ ഇല്ല, അങ്ങനെ വേണ്ട, അങ്ങനെ ആവശ്യമില്ല എന്നുള്ളതാണ്.
അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു 30% ഒക്കെ ഹാപ്പിനെസ് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ നമുക്ക് ഉണ്ടാവുക. ബാക്കി 70% ന്യൂട്രലായിട്ടും കുറേ കെയോസ് ആയിട്ടൊക്കെ ഇങ്ങനെ പോകും. ഒരു 30% ഒക്കെ ഹാപ്പിനെസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ വലിയ ഹാപ്പിനെസ് ഉള്ള ആളായിരിക്കും. അതുപോലും ഇല്ല എന്നുള്ളതാണ് ഈ പ്രശ്നം. ഹാപ്പിനെസ്സിനെ നമുക്ക് ഇനി അതിൻ്റെ ചർച്ചകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിന് 2-3 പോർഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ചിലപ്പോൾ മറന്നു പോകും. അങ്ങനെയാണെങ്കിൽ എന്നെ ഓർമ്മിപ്പിക്കണം 2-3 പോർഷൻസ് എന്താണെന്നുള്ളത്. ഒന്ന്, ഹാപ്പിനെസ് ഈസ് ആൻ ഇൻസൈഡ് വർക്ക്. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനുണ്ട്, ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, ഹാപ്പിനെസ് തേടൽ എന്ന് പറയുന്ന ആ പരിപാടി. ഇനി മറ്റൊന്ന്, നമ്മളെപ്പോൾ നമ്മൾ ഹാപ്പി ആയി എന്ന് പറയും. ഇങ്ങനെ കുറേ ഏരിയകൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. ഹാപ്പിനെസ് ഈസ് ആൻ ഇൻസൈഡ് വർക്ക്, അതിനെക്കുറിച്ചിട്ട്. ഇത് മനസ്സിലാക്കി തരുന്നതിന് മുമ്പ് ഞാൻ 1-2 സ്റ്റോറീസ് പറഞ്ഞുതരാം. ഒന്ന്, ഒരു വ്യക്തി, ഞാൻ പൊതുവെ നല്ല കേട്ട് പരിചയമുള്ളൊരു കഥയാണിത്. ഒരു വ്യക്തിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ആ നാട്ടിലെ രാജാവും മന്ത്രിയും തമ്മിൽ ഇങ്ങനെ ഡിസ്കഷൻ ചെയ്യുകയാണേ. ഈ പുള്ളിക്ക് എന്താ ഇത്ര സന്തോഷം, ഈ പുള്ളിയുടെ സന്തോഷത്തിൻ്റെ സീക്രട്ട് അറിയണമല്ലോ എന്ന് രാജാവ് പറഞ്ഞു. അപ്പോൾ മന്ത്രി പറഞ്ഞു, സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ ആ പുള്ളി കംപ്ലീറ്റ് ദാരിദ്ര്യത്തിലാണ്. ആ വ്യക്തിക്ക് ഒരു സ്വർണ്ണ നാണയത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അറിയില്ല. ചിന്തിച്ചോ, ഒരു സ്വർണ്ണ നാണയം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ് പോലും ഇല്ല. കാരണം അതൊക്കെ കണ്ടാലല്ലേ അവർക്ക് ചിന്തിക്കുള്ളൂ. ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ആ വ്യക്തിയുടെ കയ്യിൽ ഇന്നേ ഒരു സ്വർണ്ണ നാണയം പോലും കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരാളാണ് ആ വ്യക്തി. അപ്പോൾ ആ വ്യക്തിക്ക് അമിതമായൊന്നും ചിന്തിക്കാനില്ല. സോ ആ വ്യക്തി ഇങ്ങനെ ഒരുമാതിരി ഇല്ലായ്മയിലുള്ള ഹാപ്പിനെസ്സിലാണ്. ഈ ഹാപ്പിനെസ് പോകുന്നത് ഞാൻ കാണിച്ചു തരണോ എന്ന് ചോദിച്ചാൽ മന്ത്രി 99 സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ ഒരു കിഴി ഈ വ്യക്തിയുടെ വീടിനകത്തേക്ക് എറിഞ്ഞു കൊടുത്തു. ഒന്നുമില്ലാത്തൊരു ദരിദ്രൻ, മുടി വെട്ടുന്ന ആളാണ് അന്നത്തെ കാലത്ത്. കഥയാണത്. അപ്പോൾ ഈ വ്യക്തി കുറച്ച് ദിവസങ്ങൾക്കകം അസന്തുഷ്ടനായി കാണപ്പെട്ടു തുടങ്ങി. ഭയങ്കരമായിട്ട് സന്തോഷമില്ല പുള്ളിയുടെ മുഖത്ത്. എന്നാൽ ചിരിച്ച് നടന്നിരുന്ന മനുഷ്യനാണ്. അപ്പോൾ രാജാവ് ചോദിച്ചു, എങ്ങനെയാണ് അവൻ്റെ ഹാപ്പിനെസ് പോയത്? അപ്പോൾ മന്ത്രി പറഞ്ഞു, ഇതാണ് ദ എഫക്റ്റ് ഓഫ് 99. എന്താ എഫക്റ്റ് ഓഫ് 99 എന്ന് വെച്ചാൽ ആ വ്യക്തി കിഴി കിട്ടിയപ്പോൾ എണ്ണി നോക്കാൻ തുടങ്ങി. എണ്ണി നോക്കിയപ്പോൾ 99 സ്വർണ്ണ നാണയം. ഒരെണ്ണ ഇവിടെ പോയി എന്നാണ് പുള്ളിയുടെ ചിന്ത. ഒരെണ്ണ ഇവിടെ പോയിണ്ടാവും എന്നായി. അതോടുകൂടെ പുള്ളിയുടെ സന്തോഷം ബേസിക്കലി പോയി. 99 സ്വർണ്ണ നാണയം കിട്ടിയതല്ല പുള്ളിയുടെ പ്രശ്നം, ആ ഒരെണ്ണം മിസ്സിംഗ് ആയതാണ് പുള്ളിയുടെ പ്രശ്നം. ഇനി പുള്ളി ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, ഇത് എങ്ങനെയെങ്കിലും ഒരു സ്വർണ്ണ നാണയം കൂടെ ഉണ്ടാക്കിയിട്ട് ഇതിനൊരു 100 ആക്കിയാൽ ഫുൾഫിൽഡ് ആയി. ആ വ്യക്തി ജീവിതകാലം മുഴുവൻ പണിയെടുത്താലും ഒരു സ്വർണ്ണ നാണയം ഉണ്ടാക്കാൻ പറ്റില്ല. ആ യാഥാർത്ഥ്യം ആ വ്യക്തി അറിയുന്നതാണ് ആ വ്യക്തിയുടെ ദുഃഖത്തിന് കാരണം. ഈ കഥ എന്തിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കഥയായിരിക്കും? അതായത് ഒരു മനുഷ്യൻ ഇല്ലായ്മയിൽ ദുഃഖിക്കുന്നില്ല, വാസ്തവത്തിൽ താരതമ്യം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ദുഃഖിക്കുന്നത്. 99 ഉണ്ട് എന്നും ഒരെണ്ണം കുറവുണ്ട് സാരമില്ല എന്നും ചിന്തിക്കുന്നതിന് പകരം 99 ഉള്ള ആ ഒരെണ്ണം എവിടെ പോയി എന്നാ ചിന്തിക്കുന്നത്. അപ്പോൾ ഓൾവേസ് വി ആർ സെർച്ചിങ് ഫോർ ദാറ്റ് മിസ്സിംഗ് വൺ. അതാണ് ഹാപ്പിനെസ്സിനെ നശിപ്പിക്കുന്ന സാധനം. ഇപ്പോൾ ഹാപ്പിനെസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ആൻസർ അവിടെ തന്നെ ഇല്ലേ? ഉള്ളതിലേക്ക് നോക്കിയാൽ ഹാപ്പിനെസ് ഉണ്ടാവും, ഇല്ലാത്തതിലേക്കോ ഇനി ഉണ്ടാവാനിരിക്കുന്നതിലേക്കോ മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ ഹാപ്പിനെസ് പോകും. ഹാപ്പിനെസ് ഈസ് ആൻ ഇൻസൈഡ് വർക്ക്. നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്വയം നിർമ്മിക്കേണ്ട ഒന്നാണ് ഹാപ്പിനെസ്. അത് പറയാൻ ഭയങ്കര രസമല്ലേ? അതെ, അതിലൊരു ക്ലാരിറ്റി കുറവുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുന്ന ജനറൽ ഒരു അഡ്വൈസ് ആയിട്ട് കേൾക്കുന്നതാണ് ഹാപ്പിനെസ്സിനെ പുറമേ സീക്കരുത്, പുറത്ത് അന്വേഷിക്കരുത്, അകമേ തന്നെയാണ് ഹാപ്പി. എന്താണ് ഈ അകമേ? നമ്മളുടെ ഉള്ളിൽ എങ്ങനെയാണത് പറയാൻ രസമാണ്. ഹാപ്പിനെസ് ഈസ് ആൻ ഇൻസൈഡ് വർക്ക് എന്നൊക്കെ പറയുമ്പോൾ ഹാപ്പിനെസ് പുറമേ തേടിയ എന്താ കുഴപ്പം എന്നുള്ളതാണ്. അതാദ്യം നമ്മൾ ചിന്തിക്കണം. ഒരു കുഞ്ഞ്, അപ്പം ഞാനും നീ എല്ലാം കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾക്ക് ഒരു പ്രോപ്പർട്ടി ഇല്ല, നമ്മൾക്ക് ഭാഷയില്ല, രാജ്യമറിയില്ല, മതമറിയില്ല, സകലതും അറിയില്ലാത്ത അവസ്ഥയില്ല. നമുക്ക് എന്താ ഉള്ളത് നമുക്കറിയില്ല. ബട്ട് നമ്മൾക്ക് ഒന്നുണ്ടായിരുന്നു, ഹാപ്പിനെസ്. നമ്മൾ ഹാപ്പിനെസിന്റെ ഹോൾസെയിൽ ഡീലേഴ്സ് ആയിരുന്നു. ലോകത്ത് ഈ ഹാപ്പിനെസ് വേണ്ടവർ, നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ ഇല്ലേ, ഹാപ്പിനെസ് വേണ്ടവർ നമ്മളുടെ അടുത്ത് വന്ന് സമയം സ്പെൻഡ് ചെയ്യുമായിരുന്നു. നമ്മൾ അത്രയും ഹാപ്പിനെസ് പ്രൊവൈഡേഴ്സ് ആയിരുന്നു. നമ്മൾ ആരോടും ഹാപ്പിനെസ് ചോദിക്കാൻ പോയിരുന്നില്ല അന്ന്. നമ്മളാണ് ഹാപ്പിനെസ്. വാട്ട് ഈസ് ഹാപ്പിനെസ് എന്ന് വെച്ചാൽ ഐ എം എന്ന് പറയാൻ പറ്റുന്നവരായിരുന്നു നമ്മൾ
നമ്മൾ എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിയും ഹാപ്പിനെസ്സിൻ്റെ ബോംബുകളായിരുന്നു. വളർന്നിങ്ങനെ വലുതാകുമ്പോൾ പലതും നമ്മളുടെ മേലെ വന്ന് നിറഞ്ഞു. നമ്മളുടെ ഐഡൻറ്റിറ്റി, ജെൻഡർ ഐഡൻറ്റിറ്റി, അച്ഛൻ, അമ്മ, മതം, ജാതി, നാഷണാലിറ്റി, ഭാഷ, അറിവുകൾ, പ്രസ്റ്റീജുകൾ, സർട്ടിഫിക്കറ്റുകൾ, ജോലികൾ, റിലേഷൻസ് എല്ലാം നിറഞ്ഞു 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 നിറഞ്ഞ് ഹാപ്പിനെസ് അടിയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഹാപ്പിനെസ് ഈസ് ആൻ ഇൻസൈഡ് വർക്ക്, അല്ലെങ്കിൽ ഉള്ളിലാണ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്നതല്ല. കാരണം ഏറ്റവും ആദ്യം നമ്മളിൽ എന്താ ഉണ്ടായിരുന്നത്? ഹാപ്പിനെസ്. ബാക്കിയൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഹാപ്പിനെസിന്റെ ലെവലിൽ നിന്നാണ്. നമ്മൾ ഹാപ്പിനെസ് ഇല്ലാതെ ദുഃഖം കൊണ്ടുകിട്ട് ജനിച്ച് ശോകമുഖത്തോടു കൂടെ ജനിച്ച് ഇല്ലാത്തൊരു ഹാപ്പിനെസ്സിനെ പിടിക്കാൻ വേണ്ടി ഓടി നടക്കുന്നവരല്ലേ. നമ്മൾ ഹാപ്പിനെസ് കൊണ്ട് ജനിച്ച് പകുതി വഴിയിൽ വെച്ച് നഷ്ടപ്പെടുത്തിയവരാണ്. അപ്പം നമ്മളൊന്ന് റിവേഴ്സ് ചെയ്താൽ മതി. നമ്മൾ എന്തൊക്കെ വെച്ച് കെട്ടിയിട്ട് ഹാപ്പിനെസ്സിനെ ശ്വാസം മുട്ടിച്ച് ഉള്ളിലിട്ട് അത് പുഴുകി ചത്തിട്ടുണ്ടാവും ചിലപ്പോൾ. ഹാപ്പിനെസ്സിൻ്റെ മേലെ നമ്മൾ അനാവശ്യമായ മാസ്കുകൾ കൊണ്ട് നിറച്ചിട്ട് ഹാപ്പിനെസ് ശ്വാസം മുട്ടി കിടക്കുകയാണ്. നമ്മൾ അപ്പം മനസ്സിലാക്കേണ്ടത് എന്താ? കുറച്ചൊന്ന് പൊളിച്ചു കളഞ്ഞാൽ റിലീസിങ് ഈസ് ഹാപ്പിനെസ്. ഇപ്പോൾ ഇങ്ങനെ ഒന്ന് മുഷ്ടി ചുരുട്ടി പിടിച്ചേ, ശക്തമായിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചേ, ഭയങ്കര ശക്തമാക്കി, ഇനിയും ടൈറ്റാക്ക്, നല്ല ടൈറ്റാക്ക്. അതിനുശേഷം ഒന്ന് ഇങ്ങനെ പതുക്കെ അയച്ചു വിട്ടോ. റിലാക്സേഷൻ. ഇതിലേതാണ് മോർ ഹാപ്പിനെസ് അല്ലെങ്കിൽ മോർ കംഫർട്ടബിൾ? റിലീസ് ചെയ്യുമ്പോൾ റിലീസിങ് ആണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അനാവശ്യമായിട്ടുള്ള കുറേ അവബോധങ്ങളെ നമ്മളുടെ ആ കുട്ടിയുടെ മേലെ, ആ കുട്ടി എവിടെ പോയി? ഇപ്പോൾ മൊയ്തീനെ കുറിച്ച് ചിന്തിക്കും. മൊയ്തീനിലെ ആ 6 മാസം 1 വയസ്സ് പ്രായമുള്ളപ്പോഴത്തെ ആ നിഷ്കളങ്കമായ ചിരിയും ഹാപ്പിനെസ്സും ഉള്ള കുട്ടിയില്ലേ, ആ കുട്ടി ഇപ്പം എവിടെ പോയി? മരിച്ചുപോയോ? മരിച്ചുപോയി. പല കാര്യങ്ങളും ജീവിതത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ എക്സ്പീരിയൻസ് അല്ല, നമ്മൾ പുതിയ കാര്യങ്ങൾ അറിഞ്ഞു വരുമ്പോൾ അതവിടെ ഫെയ്ഡ് ആയിട്ട് പോയ പോലെയാണ്. അവിടെ ഉണ്ടത്. ആ കുട്ടി ഉള്ളിൽ കരയുന്നുണ്ട്, അതിന് പുറത്ത് വരണമെന്നുണ്ട്, അതിനങ്ങനെ ചിരിക്കണം എന്നുണ്ട്, അതിന് സില്ലി തിങ്സിൽ ക്യൂരിയോസിറ്റിയും എന്താ പറയുക സന്തോഷമൊക്കെ കാണിക്കണം എന്നുണ്ട്. ബട്ട് പല ജാടകളും പല ഈഗോകളും നമ്മളെ പൊതിഞ്ഞിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് എപ്പോഴും ഇതൊക്കെ അഴിച്ചു കളയണമെന്നൊന്നും പറയില്ല. ഒരു മനുഷ്യൻ വളർന്ന് വലുതാകുമ്പോൾ ഇതൊക്കെ വേണം. ബട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മളിതൊന്നും അല്ലാത്ത എല്ലാം അഴിച്ചിട്ട ഒരവസ്ഥ, നമ്മുടെ എല്ലാ അവബോധങ്ങളും കെട്ടിവെച്ച അവബോധങ്ങൾ അഴിച്ചിട്ടൊരവസ്ഥ. ഞാൻ അനിൽകുമാർ PC അല്ലാതെ, അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഇല്ലാതെ, ഞാനൊരു ട്രെയിനറോ യൂട്യൂബറോ അങ്ങനെ ഒന്നും അല്ലാതെ ഒരു പച്ചക്കുട്ടിയായിട്ട് ഇരിക്കാൻ പറ്റുമോ? എന്നാൽ ഞാൻ ആ ഹാപ്പിനെസ് തിരിച്ചനുഭവിക്കും. ഞാനിത് അനുഭവിക്കുന്ന ആളാണ്. നമ്മൾ കൂടുതൽ നമ്മൾ ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്ത മൊമെൻ്റ് തന്നെ എടുത്ത് നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മളപ്പോൾ നമ്മളുടെ ഈ ഒരു കോൺസെപ്റ്റ് ഒന്നും, അല്ലെങ്കിൽ നമ്മൾ ആരാണെന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് ആ ഒരു മൊമെൻറ്റിൽ ആ ഒരു റിലാക്സ്ഡ് മോഡായിരിക്കും. നമ്മൾ പല കോൺസെപ്റ്റുകളും പോയിട്ട് ഒന്ന് ജസ്റ്റ് നമ്മൾ റിലീസ് ആവുന്ന ആ ഒരു മൊമെൻറ്റിലായിരിക്കും നമ്മൾ ശരിക്കും ഒരു ഹാപ്പിനെസ് അനുഭവിക്കുന്നത്. അതെ. അപ്പോൾ ഞാൻ ചുരുക്കി പറയുന്നത് കുട്ടിയാവുക എന്നുള്ളതാണ്. ഒരു ഡിസ്കവർ ചെയ്യുക. ഡിസ്കവർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കവറിന് പൊളിക്കുക. നമ്മൾ എന്തൊക്കെ കവറുകളിൽ നമ്മളെ പാക്ക് ചെയ്ത് ആ കുട്ടിയെ സഫക്കേഷനിലേക്ക് എത്തിച്ചോ, ആ കുട്ടിയെ ഒന്ന് തിരിച്ച് ഒന്ന് പുറത്തേക്ക് ഒന്ന് കാണിച്ചാൽ മതി. ഒരു പൂമ്പാറ്റയെ നോക്കിയിരുന്നാൽ സന്തോഷം ഉണ്ടാവാറുണ്ടോ? ഇത് കാണുന്ന എല്ലാവരും ചോദിക്കേണ്ട ഒരു ചോദ്യം. ഒരു പൂമ്പാറ്റയെ നോക്കിയിരുന്നാൽ സന്തോഷം ഉണ്ടായിരുന്നവരാണ് നമ്മൾ. ഓക്കെ, ഇപ്പോൾ എൻ്റെ ചോദ്യം, ഇപ്പോൾ നിങ്ങൾക്കൊരു പൂമ്പാറ്റയെ നോക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു. അത്രയേ ഉള്ളൂ ഹാപ്പിനെസ് എന്നുള്ളതിൻ്റെ മീനിങ്. കാരണം പൂമ്പാറ്റയല്ല ഹാപ്പിനെസ്. പൂമ്പാറ്റ എന്ന ആ സാധനത്തിനോട് ഈ മനസ്സ് കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. അതെന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ആ പൂമ്പാറ്റയെ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കൗതുകം നിറഞ്ഞൊരു നിർമ്മിക്കുന്ന ഹാപ്പിനെസ് ആണത്. കിട്ടുന്നതല്ല അത്. പൂമ്പാറ്റ സന്തോഷമൊന്നും കൊടുന്നിരുന്നില്ല നമുക്ക്. നമ്മൾ പൂമ്പാറ്റയെ കണ്ട് നമ്മുടെ മനസ്സ് പൂമ്പാറ്റയോട് പ്രതിപ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കെമിക്കൽ എന്ന് പറയാൻ വേണമെങ്കിൽ ഹാപ്പിനെസ്. നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോകത്തിനെ കാണുന്നതൊരു ഫ്രഷ് പെർസ്പെക്റ്റീവ് എന്നാണ്. എല്ലാത്തിനെയും പുതുമയോടെ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ചിന്താഗതിയൊന്നും അതിൽ അടിച്ചേൽപ്പിക്കാതെ നമ്മളെല്ലാത്തിനെയും ആ ഒരു റിസീവിങ് മോഡിൽ നിന്ന് നമ്മൾ ക്യൂരിയസ് ആണ്. നമ്മൾ അതാണ് നമ്മൾ ആ ഒരു ടൈമിൽ കൂടുതൽ ജോയ്ഫുൾ ആക്കുന്നത്. നമ്മളെല്ലാത്തിനോടും ക്യൂരിയസ് ആണ്. നമ്മളെല്ലാത്തിനെ കുറിച്ചും
ആ ഒരു അറിയാനുള്ള ആ ഒരു ആകാംക്ഷയിൽ നിന്ന് ജനിക്കുന്നതാണ് ആ ഒരു ഫീലിംഗ് എന്ന് ഇപ്പൊ പറയുന്നത്. നമുക്ക് എന്ത് പറ്റി? ഇപ്പൊ എന്താ പൂമ്പാറ്റയ്ക്ക് സന്തോഷിപ്പിക്കാനുള്ള കഴിവില്ലേ ഇപ്പോഴത്തെ പൂമ്പാറ്റകൾക്കൊന്നും? എനിക്ക് തോന്നുന്നു അതന്നെ, നമ്മൾ വളർന്നു വരുമ്പോൾ ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ സാധാരണ കാര്യങ്ങളാണ്. വി ആർ മേക്കിംഗ് എവറിത്തിങ് അൺഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഈസി അവൈലബിൾ ആയിട്ടുള്ള സകല ഹാപ്പിനെസ് ട്രിഗേഴ്സിനെയും നമ്മൾ അൺഇമ്പോർട്ടൻ്റ് ആക്കി. എന്നിട്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ചില സാധനങ്ങൾ അത് മാത്രമാണ് ഹാപ്പിനെസിന്റെ കീ അതിലാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹാപ്പിനെസ് എങ്ങനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാം? ബ്രീസ്, നല്ല ഒരു മന്ദമാരുതൻ കൊണ്ടിരിക്കുന്നത് ഹാപ്പിനെസ് ആണ്. പക്ഷെ അത് നമുക്ക് അൺഇമ്പോർട്ടൻ്റ് ആയി. പൂമ്പാറ്റ നമുക്ക് അൺഇമ്പോർട്ടൻ്റ് ആയി. നല്ലൊരു പച്ചവെള്ളം കുടിക്കുന്നത് നമുക്ക് അൺഇമ്പോർട്ടൻ്റ് ആയി. സുഖമായി ഒന്ന് ഉറങ്ങുന്നത് അൺഇമ്പോർട്ടൻ്റ് ആയി. ലൈഫ് എടുത്ത് നോക്കുകയെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കുറേ മൊമെന്റ്സ് നമുക്ക് ഡെയിലി ആക്സസിബിൾ ആണ്. അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ സിമ്പിളായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. അതൊക്കെ ആക്സസിബിൾ ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് ചെയ്യാവുന്ന പല നമ്മളുടെ വിത്തിൻ റീച്ചിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്. അത് നമ്മൾ വളർന്നു വരുമ്പോൾ നമുക്ക് അതിനുള്ള ചാൻസ് ചിലപ്പോൾ കൂടുതലായിരിക്കും ചെയ്യാം. പക്ഷെ നമ്മൾ വളർന്നു വരുമ്പോൾ അതൊക്കെ നമ്മൾക്ക് അൺഇമ്പോർട്ടൻ്റ്, വിലയില്ലാതെ. ഇതാണ് വളരെ സിമ്പിളായിട്ട് ഹാപ്പിനെസിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കാര്യം. മീൻസ് ഹാപ്പിനെസ് ഇൻസൈഡ് വർക്കാണെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഒരിക്കലും ഒരു കുട്ടിയായിരുന്നപ്പോൾ ഹാപ്പിനെസ് എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് നമുക്ക് അറിയാമായിരുന്നു. ആരെയും ഈ ലോകത്ത് ഹാപ്പിനെസ് ടീച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വി നോ ദാറ്റ്. അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒറ്റ കാര്യം ചെയ്തു, നമ്മൾ ഹാപ്പിനെസ്സിനെ നശിപ്പിച്ചിട്ട് മറ്റു പലതും വാരി കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കുറച്ചു നേരം അഴിച്ചിട്ടിട്ട് ഒരു സിമ്പിൾ കുട്ടിയായിട്ട് ഇരുന്നിട്ട് കുറച്ചു നേരം പൂമ്പാറ്റയും കിളികളൊക്കെ നോക്കിയിരുന്നാൽ തന്നെ സന്തോഷമാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. സന്തോഷം ചെറിയ കാര്യങ്ങളിൽ കണ്ടെത്താൻ പഠിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് സന്തോഷിക്കാൻ പറ്റും. സന്തോഷത്തിന് വലിയ റീസൺസ് നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചാൽ ആ റീസൺസ് റെയർ ആയിരിക്കും. അപ്പം നമുക്ക് സന്തോഷിക്കൽ ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം ഫെമിലിയാരിറ്റി പ്രോബ്ലമാണ്. അതായത് ഇക്കണോമിക്സിൻ്റെ ഒരു ലോ ഉണ്ട്, ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. എന്നുവെച്ചൊരു സോപ്പ് കമ്പനി ഉണ്ടെന്ന് വിചാരിച്ചോ. കഴിഞ്ഞൊരു 10 കൊല്ലമായിട്ട് ഈ സോപ്പാണ് മൊയ്തീൻ വാങ്ങുന്നതെന്ന് വിചാരിച്ചോ. അപ്പം നാച്ചുറലി ആദ്യത്തെ തവണ ഉപയോഗിച്ചപ്പോൾ മൊയ്തീൻ ആ സോപ്പിൽ നിന്ന് കിട്ടിയ ഒരു പരിമളം ഗ്രാജുവലി ആ സോപ്പിൽ ഉണ്ടാവില്ല. അത് സോപ്പിൻ്റെ കുഴപ്പമല്ല, മൊയ്തീൻ അതിൻ്റെ പരിമളം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു വരും. അതാണ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഉപയോഗിക്കും തോറും അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസിന്റെ വോളിയം കുറയാൻ തുടങ്ങും എന്നുള്ളത് ഇത് ഈ കമ്പനിക്ക് അറിയാം. അതുകൊണ്ട് ഈ കമ്പനി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ഫ്ലേവറൊക്കെ മാറ്റി പിടിക്കും, കുറച്ചുകൂടെ തീക്ഷ്ണത, ഒരുപാട് ഫെമിലിയർ ആക്കാൻ വിടില്ല. അത് മടുക്കാൻ വിടില്ല, അതിനെ മാറ്റും അപ്പോഴേക്കും. അപ്പോൾ സ്ഥിരം ഒരേ കാര്യം ഉപയോഗിച്ച് കഴിയുമ്പോൾ ആദ്യത്തെ തവണ ഒരു സാധനം നമ്മൾക്ക് തന്ന സന്തോഷം അത് രണ്ടാമത്തെ തവണ തരില്ല, മൂന്നാമത്തെ തവണ അതിനേക്കാളും കുറയും ഇങ്ങനെ പോകും. നല്ലൊരു എക്സാമ്പിളാണ്, നമ്മുടെ വീട്ടിലൊരു കാറ് വാങ്ങിക്കൊണ്ടുവന്നു. നമ്മളതിൽ പൊടി പിടിക്കാൻ സമ്മതിക്കില്ല, നമ്മൾ ഒരു അടയാളം കാണാൻ സമ്മതിക്കില്ല, അങ്ങനെയാണ് കൊണ്ട് നടക്കുക. 1 കൊല്ലം 2 കൊല്ലം കഴിയുമ്പോൾ ഈ കാർ എങ്ങനെ കിടക്കുന്നുണ്ടോ? വീട്ടിലെ സർവ്വസാധാരണ വസ്തുവായിട്ട് കിടക്കുന്നുണ്ടോ? വീട്ടിലൊരു TV വാങ്ങിയാൽ എന്ത് വാങ്ങും, ഒരു മൊബൈൽ ഫോൺ നമ്മൾ എങ്ങനെ ശ്രദ്ധിച്ചിട്ടായിരിക്കും ആദ്യത്തെ ഒരു 2-3 ആഴ്ച ഉപയോഗിച്ചിട്ടുണ്ടാവുക. അത് വാങ്ങുന്നതിന് മുൻപ് നമ്മൾക്ക് വളരെയധികം അതിനോട് അത്രയും കമ്പൽഷൻ ആയിരിക്കും. അത് വാങ്ങി കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു മൊമെന്റിലും ഉണ്ടാവും, കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോഴും വരും. അതിനാണ് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നമ്മളത് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ മേലെയുള്ള ഒരു അഭിനിവേശം കുറയും. അപ്പം നമ്മൾക്ക് TV വാങ്ങി സന്തോഷം കിട്ടി. അപ്പം എന്തായി, ആ TV ഇത്ര ദിവസം എന്നെ സന്തോഷിപ്പിച്ചു, ഉദാഹരണത്തിന് 2 മാസം സന്തോഷിപ്പിച്ചു, സന്തോഷത്തിൻ്റെ വോളിയം കുറഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത സാധനം വാങ്ങണം, കാറ് വാങ്ങണം. അപ്പോൾ അതിൽ നിന്ന് സന്തോഷം കിട്ടി. മാക്സിമം ഒരു 6 മാസം അത് നമ്മളെ സന്തോഷിപ്പിച്ചു. പിന്നെ മനസ്സിലാവുന്ന കാറ് യാത്ര ചെയ്യാനേ പറ്റുള്ളൂ, സന്തോഷിക്കാനുള്ള സാധനമല്ല എന്നുള്ളത്. കാറ് യാത്ര ചെയ്യാൻ വേണ്ടി നിർമ്മിച്ചതാ, സന്തോഷിക്കാൻ വേണ്ടി നിർമ്മിച്ചതല്ല. പിന്നെ നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങി, ഐഫോൺ വാങ്ങി, ഇങ്ങനെ ഓരോന്നിൽ നമ്മൾ സന്തോഷത്തെ ആരോപിച്ചിട്ട് വാങ്ങിയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ബട്ട് ഒരു ഐഫോൺ കമ്പനിയോ ഒരു കാറ് കമ്പനിയോ ഒരു TV കമ്പനിയോ ആരും ഇത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന് അവകാശപ്പെടുന്നില്ല. കാറ് നിങ്ങൾക്ക് യാത്രാ സൗകര്യം അവകാശപ്പെടും, TV നിങ്ങൾക്ക് പിക്ചർ ക്വാളിറ്റി അവകാശപ്പെടും, ഐഫോൺ നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചേഴ്സ് അവകാശപ്പെടും. ആരും നിങ്ങൾക്ക് സന്തോഷം തരാന്ന് ഏറ്റിട്ടില്ല ഒരു കമ്പനി. നമ്മൾ വെറുതെ അതിൻ്റെ മേലെ ഉണ്ടാക്കിയ പ്രൊപ്പഗൻഡയാണത്. അത് കിട്ടിയാൽ ഞാൻ ഹാപ്പി ആവും എന്നുള്ളത്. അപ്പോൾ ഒരു റോങ് പ്ലേസിൽ നിന്ന് സന്തോഷം എക്സ്പെക്ട് ചെയ്യുന്നു. എന്നാലോ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്, പുതിയൊരു സാധനം കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്ലഷർ, അത് നമ്മൾക്കൊരു സന്തോഷത്തെ തരുന്നുണ്ട്. അതിന് ഈ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ബാധകമാണ്. അത് ഗ്രാജുവലി കുറയും.
ആ സന്തോഷം. വിവാഹം കഴിച്ചാലും സംഭവിക്കും ഇത്. ആ വിവാഹം ഹണിമൂൺ ഫേസ് ഉണ്ടാവും. ഹണിമൂൺ കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ഒന്നും ആയിരിക്കില്ല. അത് വൺ ഓഫ് ദ തിങ് ഇൻ മൈ ഹൗസ് അങ്ങനെ മാറും, എല്ലാം അങ്ങനെ ആകും. അത് ഇത് ഇതാണ് ഈ ഹാപ്പിനെസിന്റെ ഏറ്റവും പുറമേ ഉള്ള ഒരു ഡെപ്ത് ഇല്ലാത്ത തലം. കിട്ടുമ്പോൾ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ആവുകയും ഗ്രാജുവലി അളവ് കുറയുകയും ചെയ്യുന്ന ഹാപ്പിനെസ്. ഈ സൈക്കോളജിയിൽ തന്നെ ഒരു ടേം പറയും, ഹെഡോണിക് ട്രെഡ്മിൽ എന്ന് പറഞ്ഞിട്ട്. ഹെഡോണിക് ട്രെഡ്മിൽ എന്ന് പറയുന്നത് ഈ ഹാപ്പിനെസിന്റെ ഈ ഒരു ഡിമിനിഷിങ് ആയിട്ടുള്ള എഫക്റ്റ് ആണ്. നമുക്ക് ഒരെണ്ണത്തിന്റെ പിന്നാലെ നമ്മൾ പോവും, പക്ഷെ അതവിടെ നമുക്ക് അവിടെ നോർമൽ ആവും, ഒരു നോർമൽ എക്സ്പീരിയൻസ് പോലെ. വീണ്ടും നമ്മൾ വേറെ എന്തിന്റെ പിന്നാലെ പോവും. അങ്ങനെ നമ്മുടെ ലൈഫ് തന്നെ ഒരു ഓട്ടം, ട്രെഡ്മില്ലുള്ള ഓട്ടം. എന്താ, നമ്മൾ എത്ര ഓടിയാലും എവിടെ എത്തില്ല എന്ന് പറയുന്ന പോലെ ഹാപ്പിനെസിന്റെ കാര്യത്തിൽ നമ്മൾ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്, എവിടെ എത്തുന്നില്ല. അതെ, മൊയ്തീൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞൊരു വാക്ക് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തു. നമ്മളെല്ലാവരും സന്തോഷത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. അതായത് ഞാൻ വിശ്രമിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് വിശ്രമിക്കൽ ഓട്ടത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് നടക്കുന്ന സാധനമാണ്. ഹാപ്പിനെസ്സിന് വേണ്ടി ഓടുക, നെട്ടോട്ടം ഓടുക എന്നൊക്കെ പറഞ്ഞാൽ വി ആർ അറ്റ് വാർ ഫോർ വാട്ട്? ഫോർ പീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഭയങ്കര കോൺട്രഡിക്റ്ററി ആണ് അല്ലേ? അതുപോലെയാണ് ഹാപ്പിനെസ്സിന് വേണ്ടി ഓടുക എന്ന് പറയുന്നത്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഇങ്ങനെ നിറയുന്ന ഒരവസ്ഥയാണത്. അതിങ്ങനെ ഓടിയ ആക്ച്വലി നമുക്ക് ഹാപ്പിനെസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയോ. നമ്മൾക്ക് ഓടിക്കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അല്ലേ? അതുപോലെ തന്നെ ഹാപ്പിനെസ്സിനെ എക്സ്പീരിയൻസ് ചെയ്യാനും നമ്മൾ ഒരു നട്ടോട്ടം നിറഞ്ഞ മനസ്സ് സൃഷ്ടിച്ചു വെച്ചാൽ പറ്റില്ല. അതിന് ഒത്തിരി സ്പേസും കൂടെ കിട്ടണം ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി മനസ്സിലാക്കി വെക്കുക. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഹാപ്പിനെസ്സിൻ്റെ ലെവൽസ്. ഹാപ്പിനെസ്സിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാനിതിനെ ബേസിക്കലി ഒരു 3-4 തരം ഹാപ്പിനെസ് പറയാറുണ്ട്. ഒന്ന് പ്ലഷർ, മറ്റൊന്ന് റിഫ്ലക്റ്റീവ് ഹാപ്പിനെസ്, മറ്റൊന്ന് ഒരു ഹയർ ഡൈമെൻഷനിലുള്ള ഹാപ്പിനെസ് അല്ലെങ്കിൽ സോഫ്റ്റ് ലെവലിലുള്ള ഹാപ്പിനെസ്. ഇങ്ങനെയുള്ള പല ഹാപ്പിനെസ്സുകളുണ്ട്. ഡിഫറെൻറ്റ് തലത്തിലുള്ള തലങ്ങളാണത് ഹാപ്പിനെസ്സിൻ്റെ. ഇതിൽ കൂടുതലും ആളുകൾ ഹാപ്പിനെസ് എന്ന് പറഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്ലഷറാണ്. ഹാപ്പിനെസ്സും പ്ലഷറും ഒന്നാണോ? ആണെങ്കിൽ പിന്നെ എന്തിനാ ഈ 2 വാക്ക് എന്നാണ് ചോദ്യം. പക്ഷെ പ്ലഷറിനെ ഹാപ്പിനെസ് ആയിട്ട് ഭയങ്കര അധികം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അതെ, പ്ലഷർ എന്നത് ഹാപ്പിനെസ്സിൻ്റെ ഒരു ഡോറാണ്. പ്ലഷർ എന്നാൽ ശാരീരിക അവയവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളിലൂടെയുള്ള രസങ്ങൾ നുകർന്നുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന വളരെ ആയുസ് കുറഞ്ഞ ഹാപ്പിനെസ്സിൻ്റെ പേരാണ് പ്ലഷർ. അത് വളരെ ശ്രദ്ധിക്കണം. അതിന് ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും, തീവ്രത അധികമായിരിക്കും, ആയുസ് കുറവായിരിക്കും. പ്ലഷർ ആ ടൈപ്പാണ്. പ്ലഷർ ഇങ്ങനെ ലോങ് ആയിട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരു മണ്ടത്തരാണ്. കാരണം അത് ആ ടൈപ്പ് സാധനമല്ല. അത് താൽക്കാലികമായിരിക്കും, കിട്ടുമ്പോൾ ഭയങ്കര ഹൈ ആയിരിക്കും. അതാണ് പ്ലഷർ. ഇത് ഒരു ടൈപ്പ് ഹാപ്പിനെസ്സാണ്. ഇതിൻ്റെ പിന്നാലെയാണ് ഒരു വ്യക്തി പോകുന്നതെങ്കിൽ ആ വ്യക്തിക്ക് മിനിറ്റിന് അടുത്ത ഓപ്ഷൻ കണ്ടെത്തിക്കൊണ്ടിരിക്കേണ്ടി വരും. എന്തുകൊണ്ടാ വെച്ചാൽ ഇതിന് ആയുസില്ല. മാത്രമല്ല ഈ വ്യക്തി ഒരു വെയിറ്റുള്ള സന്തോഷമാണ് അനുഭവിക്കുന്നത്. ഭയങ്കര തീവ്രതയാണ് ആ സന്തോഷത്തിന്. അതിനേക്കാൾ താഴ്ന്ന ഒരു സന്തോഷവും ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടില്ല. എനിക്ക് തോന്നുന്നു അഡിക്ഷനിലൊക്കെ ഇതല്ലേ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും ഡ്രിങ്ക്സ്, സെക്സ് തുടങ്ങിയ സംഭവങ്ങളിലൊക്കെ പിന്നാലെ കംപ്ലീറ്റ് ആയിട്ട് ജീവിതത്തെ അഴിച്ചുവിട്ടിട്ടുള്ള ആൾക്കാരില്ലേ, അവർക്കൊരു പൂമ്പാറ്റയെ കണ്ട സന്തോഷം തോന്നില്ല. എന്താ കാരണം? പൂമ്പാറ്റ തലച്ചോറിനുണ്ടാക്കി തരുന്ന ഡോപ്പമൈൻ്റെ അളവും ഈ ഡ്രിങ്ക്സും സെക്സും ഉണ്ടാക്കി കൊടുക്കുന്ന ഡോപ്പമൈൻ്റെ അളവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ വായിലൊരു ജിലേബി ഇട്ട് കഴിച്ചതിന് ശേഷം ആ മൊമെന്റിൽ തന്നെ ഒരു ചായ കുടിക്കല്ലേ എന്ന് ചോദിച്ചാൽ ഒരു 5 മിനിറ്റ് ആയിട്ടേ പറയും. നമ്മുടെ നാവ് വലിയ അളവിലുള്ള മധുരം കൺസ്യൂം ചെയ്തിരിക്കുന്ന മൊമെന്റിൽ നമ്മുടെ ടേസ്റ്റ് ബഡ്സ് എല്ലാം അതിലേക്ക് ട്യൂണായി പോയിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ചായ കുടിച്ചാൽ അതൊരു ചെറിയ മധുരമാണ്. ആ മധുരം നമുക്ക് ഒരു മധുരം ഇല്ലാണ്ടാവും ആ സമയത്ത്. അത് എന്താ വിത്തൗട്ട് ചായ കുടിക്കുന്ന പോലെ ഫീൽ ചെയ്യും നമുക്ക്. അപ്പൊ അതുകൊണ്ട് ആ വലിയ മധുരം കഴിച്ച നാവിന് ആ മൊമെന്റിൽ ചെറിയ മധുരങ്ങളോട് താല്പര്യം ഉണ്ടാവാതാവുന്നത് പോലെ ഈ പ്ലഷേഴ്സ് ഇങ്ങനെ കൂടുതൽ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് വലിയ ട്രാപ്പ് വരാൻ പോവാണ്. എന്താണെന്നറിയോ? ആ വ്യക്തിക്ക് അതിനേക്കാളും വലിയ പ്ലഷേഴ്സ് കിട്ടിക്കൊണ്ടേയിരിക്കണം. അത് അപ്ഡേറ്റ് ആവും വേണം. അതിന്റെ തീവ്രത ഒരു ചെറിയ പെർസെൻറ്റേജ് അധികവുമായിരിക്കണം. അതൊക്കെ ബാധ്യതയാണ് ഈ വ്യക്തിയുടെ. അല്ലെങ്കിൽ ഇത് വ്യക്തിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഭയങ്കര ഹൈ ആയിട്ട് നടക്കുന്ന ഏരിയയാണ് പ്ലഷർ. മറ്റൊരു കാര്യം എന്താണെന്നറിയോ?
ഈ വ്യക്തിക്ക് അതൊന്നും അല്ലാത്ത, ഇപ്പോൾ വെറുതെ ഇങ്ങനെ ഒരു കൂട്ടുകാരോട് സംസാരിച്ചിരിക്കുക, ഒരു പ്രകൃതി ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുക, ഒരു വെള്ളച്ചാട്ടം കാണുക, ഇങ്ങനെ നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന, ഈസി ആയിട്ട് കിട്ടുന്ന ഒന്നിലും ആ ആൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവില്ല. അതായത് ഒരു വ്യക്തിക്ക് നൈസർഗികമായി പ്രകൃതിദത്തമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന സന്തോഷ കാരണങ്ങളിൽ ഒരു സന്തോഷവും തോന്നാത്തൊരവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി വലിയ ആത്മപരിശോധന ചെയ്യണം എന്നാണ് അർത്ഥം. ഐ തിങ്ക് ഇപ്പോൾ നമ്മളുള്ളതൊരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ടൈം കൂടിയാണ്. ബിക്കോസ് മൊബൈൽ ഫോൺ ആയാലും ഈ പോൺ വീഡിയോസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, അങ്ങനെ ഈ നമ്മൾ ബ്രെയിനിൽ ഉണ്ടാകുന്ന മെയിൻലി ആ ഒരു ഡോപ്പമീൻ മെക്കാനിസമാണ്. നമുക്ക് ഒരുപാട് ഡോപ്പമീൻ റിലീസ് ആവുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ എക്സ്പോസ്ഡ് ആയിരിക്കുന്നത്. മെയിൻലി നമ്മുടെ യങ്ങർ ജനറേഷൻ ആയാലും എല്ലാവരുടെയും ആ ഒരു ആക്സസിബിൾ ആണ് ഒരു ഹൈ ഡോപ്പമീൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരുപാട് ഡോപ്പമീൻ നമ്മളിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഈ ഒരു പ്ലഷർ മെക്കാനിസത്തിനാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ആൻഡ് അത് അവിടെ ഇങ്ങനെ ഒരുപാട് രീതിയിൽ വരുന്ന സമയത്ത് പറഞ്ഞതുപോലെ ആ ഒരു സിമ്പിളായിട്ടുള്ള നമുക്ക് ഹാപ്പിനെസ് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും നമുക്ക് ശരിക്കും ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാതാവുന്ന ഒരവസ്ഥ. ഇത് വലിയൊരു രസം എന്താ വെച്ചാൽ തിരിച്ചു വരവ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനെ പ്ലഷേഴ്സിന്റെ പിന്നാലെ പോകുമ്പോൾ സൂക്ഷിക്കുക. അത് തീവ്രത കൂടിയ ആയുസ് കുറഞ്ഞ ഹാപ്പിനെസ് ആണ്. അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കണം അതിലേക്കൊക്കെ പോയി ഇടപെടുമ്പോൾ. രണ്ടാമത്തെ ഹാപ്പിനെസ് ആണ് റിഫ്ലക്റ്റീവ് ഹാപ്പിനെസ്. അതായത് അത് ഞാൻ നേരിട്ട് അനുഭവിക്കുന്ന ഹാപ്പിനെസ് അല്ല. ഇപ്പോൾ മൊയ്തീൻ ഈ സ്റ്റുഡിയോയിലേക്ക് വന്നു. അപ്പം ഞാനിവിടെ ആദ്യമേ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊയ്തീൻ വന്ന ഉടനെ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു. കഴിച്ചില്ലേ നമുക്ക് കഴിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മൊയ്തീന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നു. അതെന്തിനാണ് ഞാൻ ചെയ്യുന്നത്? ഒന്ന്, അത് മര്യാദ എന്നൊക്കെ പറയാം. ബട്ട് എനിക്ക് അതിലൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. എനിക്ക് അറിയാലോ ഒരാൾ രാവിലെ എഴുന്നേറ്റ് ദീർഘദൂരം സഞ്ചരിച്ച് ഒരു സ്ഥലത്ത് വരുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെ വന്നിട്ടുണ്ടോ, രാവിലെ എന്തൊക്കെ സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ വിശക്കുന്നുണ്ടാവുമായിരിക്കും, ഫ്രഷ് ആവേണ്ടി വരുമായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ കംഫർട്ട് ചെയ്തു തരാൻ ഞാൻ അവിടെ ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ നിങ്ങൾ കംഫർട്ടാവുന്നു. അതിലൂടെ നിങ്ങൾ കംഫർട്ടായത് കണ്ടിട്ട് ഞാൻ കംഫർട്ടാവുന്നു. ഇത് നല്ല മനുഷ്യത്വ മൂല്യമുള്ള ഹാപ്പിനെസ്സാണ്. എന്താ വെച്ചാൽ ഇത് വേറെയുള്ളവർക്കും ഗുണമാണ്. ഞാൻ ഹാപ്പി ആകുമ്പോഴേക്കും വേറൊരാളും കൂടെ ഹാപ്പി ആവും. വേറൊരാളെ ഹാപ്പി ആക്കിയിട്ടാണ് ഞാൻ ഹാപ്പി ആവുന്നത്. ഇത് കുറച്ച് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് റിഫ്ലക്റ്റീവ് ഹാപ്പിനെസ്. അതായത് മറ്റുള്ളവരെ ഹാപ്പി ആക്കുന്നതിന്റെ റിഫ്ലക്ഷനിൽ നമ്മൾ ഹാപ്പി ആവുന്നത്. ഇതൊരു ട്രാപ്പും കൂടെയാണ്. മറ്റുള്ളവരെ ഹാപ്പി ആക്കിയിട്ട് വേണം ഞാൻ ഹാപ്പി ആവാന്ന് വിചാരിച്ചിട്ട് ഈ ലവേഴ്സിന്റെയും അതുപോലെ ദമ്പതികളുടെ ഇടയിലൊക്കെ ഇത് ഒരുമാതിരി രീതിയിലും പോകുന്നുണ്ട്. അങ്ങനെ പോകരുത്. നമ്മൾ മറ്റൊരാൾക്ക് ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് അവർ കംഫർട്ടായിരിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന കംഫർട്ട്, നമ്മൾ നമ്മുടെ കുട്ടിയെ വേണ്ട പോലെ കുളിപ്പിച്ച് അണിയിച്ചൊരുക്കി എല്ലാ കംഫർട്ടും ആ കുട്ടിക്ക് കൊടുത്ത് കുട്ടി ഹാപ്പി ആയിട്ട് ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഇല്ലേ? കുട്ടി ഇപ്പോൾ നമ്മളോടൊക്കെ ആവശ്യപ്പെട്ടോ? ഇല്ല, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ്. പക്ഷെ നമുക്കത് സന്തോഷമാവുന്നുണ്ട്. ഒരു കുട്ടിയെ കെയർ ചെയ്യുന്ന ഏത് അമ്മയ്ക്കാണ് സന്തോഷമില്ലാത്ത? അമ്മ പറയും കുട്ടിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു. പക്ഷെ അമ്മ സന്തോഷിക്കുന്നുണ്ട് കുട്ടിയെ കൊണ്ട്. ഇതൊക്കെ ചെയ്യുന്ന അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ടല്ലേ? റിഫ്ലക്റ്റീവ് ഹാപ്പിനെസ് ആണിത്. ഇതിൽ 2-3 ഗുണങ്ങളുണ്ട്. ഒന്ന്, ഈ റിഫ്ലക്റ്റീവ് ഹാപ്പിനെസ് അത്ര പെട്ടെന്നുണ്ടാവുന്നതല്ല. ഒന്ന്, ഞാൻ നിന്നെ സന്തോഷിപ്പിക്കണ്ടേ, അപ്പോൾ അതിന് ഞാൻ കുറച്ച് വർക്ക് ചെയ്യാണ്ട് കുറച്ച് സമയം എടുക്കും. എന്നിട്ട് നീ സന്തോഷിച്ചിട്ട് അത് കണ്ടിട്ട് വേണ്ടേ ഞാൻ സന്തോഷിക്കാൻ. അപ്പോൾ അത്രയും വർക്കുകൾ അവിടെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ടൈം ഗ്യാപ്പ് എടുക്കുന്നുണ്ട്. സ്ലോ ആണത് താരതമ്യേന മറ്റതിനേക്കാളും പ്ലഷറിനേക്കാളും സ്ലോ ആണ്. മറ്റൊരു കാര്യം, എപ്പോഴും ഇത് ഹാപ്പിനെസ് തരണമെന്നില്ല. ഞാൻ രാവിലെ മൊയ്തീൻ വന്ന സമയത്ത് സപ്ലൈ ചെയ്തു, ഫുഡൊക്കെ സപ്ലൈ ചെയ്തു. അപ്പം മൊയ്തീൻ ചോദിക്കും ഇതാണോ ഉണ്ടാക്കിയത്, ഇതെല്ലാം ഞാൻ എക്സ്പെക്ട് ചെയ്തത് എന്ന് പറയണമെന്ന് വിചാരിച്ചോ? അപ്പം എന്തായി, ഞാൻ റിഫ്ലക്റ്റീവ് ഹാപ്പിനെസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബട്ട് ഓൾവേസ് അത് സക്സസ്ഫുൾ ആവണമെന്നില്ല. അപ്പോൾ ഹാപ്പിനെസ് ഉണ്ടാകുന്ന മൊമെൻ്റ് ഉണ്ടാകാം, അതിന് പകരം ക്രിറ്റിസിസം കിട്ടുന്ന മൊമെൻ്റ് ഉണ്ടാകാം. സോ നമ്മളുടെ മൈൻഡ് ഐദർ ഞാൻ ഹാപ്പി ആവും അല്ലെങ്കിൽ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യപ്പെടും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയായിരിക്കും. അപ്പോൾ എൻ്റെ ലൈഫിൻ്റെ ആ ഡ്യുവാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്യുവാനുള്ള മെൻറ്റാലിറ്റി മെയിൻറ്റെയിൻ ആവും. മനസ്സിലാവുന്നുണ്ടോ? റിഫ്ലക്റ്റീവ് ഹാപ്പിനെസ്സിൻ്റെ മറ്റൊരു ഗുണം. റിഫ്ലക്റ്റീവ് ഹാപ്പിനെസ്സിൻ്റെ ഇനിയൊരു ഗുണം, ബന്ധങ്ങൾ നല്ലപോലെ മെയിൻറ്റെയിൻ ആവും. ബന്ധങ്ങളെ കൊണ്ടു നടക്കാൻ പറ്റും. മനുഷ്യരൊരു സോഷ്യൽ ആനിമൽ ആയതുകൊണ്ട് റിഫ്ലക്റ്റീവ് ഹാപ്പിനെസ്സിന് വലിയ വാല്യൂ ഉണ്ട്. മൂന്നാമത്തെ ലെവൽ ഹാപ്പിനെസ് ആണ് ഹാപ്പിനെസ് വിത്ത് നത്തിങ്. ഹാപ്പിനെസ് വിത്ത് നത്തിങ്. നത്തിങ്. നമ്മൾ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ ഓൾവേസ് വി ആട്രിബ്യൂട്ട് സംതിങ്. ഒരു കാര്യത്തിൽ
കാര്യത്തിനെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഹാപ്പിനെസ്സിനെ കാണുക. ഒന്നില്ലാന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും മണി അല്ലെങ്കിൽ പൊസിഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിങ്സ്, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വേണം. ബട്ട് എങ്ങനെയാണ് ഹാപ്പിനെസ് വിത്ത് നത്തിങ്? അത് എങ്ങനെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനെന്ന് എനിക്കറിയില്ല. എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ അറിയും. ചില ദിവസം ഞാൻ വെറുതെ ഹാപ്പി ആയിരിക്കും. അപ്പൊ വൈഫ് ചോദിക്കും എന്തെന്നിപ്പോ ഇത്ര ഹാപ്പി? ഒന്നും ഇല്ലാത്തതുകൊണ്ടുള്ള ഹാപ്പിനെസ്. ചിലപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടുള്ള ഹാപ്പിനെസ് ആവാം. ചിലപ്പോൾ എനിക്ക് ഒരു റീസൺ ഉണ്ടാവില്ല, തന്നെ ഹാപ്പിയാവും. ചിലപ്പോൾ തലേ ദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പൊക്കെ ചിന്തിച്ച ചില ആശയങ്ങളൊക്കെ കൂടെ മനസ്സിലിങ്ങനെ പൂത്തൊലിഞ്ഞപ്പോൾ ഉണ്ടായതായിരിക്കാം. എനിവേ നത്തിങ് എന്ന് പറയാൻ പറ്റില്ല നമുക്കത്. അത് നമ്മുടെ മനസ്സ് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹാപ്പിനെസ് ആണ്. മനസ്സ് തന്നെ അത്തരത്തിൽ ഹാപ്പിനെസ് ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിർബന്ധ, എൻ്റെ മനസ്സിൻ്റെ കൂടെ എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമുണ്ടാവണം. ഇതിന് ഏകാന്തത എന്ന് പറയും. ഏകാന്തതാഭ്യാസങ്ങൾ വേണം. സോളിറ്റ്യൂഡ്. ഒറ്റയ്ക്കിരിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒറ്റപ്പെടലുമല്ല ഒറ്റയ്ക്കിരിക്കലുമല്ല. അത് ഏകാന്തത എന്ന് പറഞ്ഞ അർത്ഥം. അതാ രസം. ഞാൻ 10 ആളുടെ ഇടയിലും ഏകാന്തമായിട്ടിരിക്കാറുണ്ട്. അപ്പോൾ ഒറ്റയ്ക്കിരിക്കലല്ല, ഒറ്റപ്പെടലുമല്ല ഏകാന്തത എന്ന് പറഞ്ഞത്. ഏകാന്തത എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ അറ്റത്ത് ചെന്നിരിക്കുക എന്നുള്ള ഏക അന്ധത, ഒന്നിൻ്റെ അങ്ങേ അറ്റത്തേക്ക് പോവുക എന്നുള്ളതാണ്. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഏതോ ഒന്നിൻ്റെ അങ്ങേ അറ്റം വരെ പോകാനുള്ള ശ്രമത്തിൻ്റെ പേരാണ് ഏകാന്തത. മീൻസ് വി ആർ ഇൻ എ സെർച്ച്. നമ്മൾ മെൻ്റലി ഏതോ ഒന്നിൻ്റെ അറ്റം തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു മെൻ്റൽ വേൾഡിൽ, നമ്മളുടേതായ ഒരു ലോകത്തിൽ, നമ്മളുടേതായ ഒരു ഇൻവെൻഷനിലാണ്. അതൊരു ഫിലോസഫിക്കലാകാം, ആർട്ടാകാം, സംഗീതമൊക്കെ. ഞാൻ സംഗീതം കമ്പോസ് ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ട് എനിക്കറിയാം. ഒരു ദിവസം എങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ട് ഇരിക്കണ്ടോ, എത്രയോ മണിക്കൂറുകൾ അവർ ഇരിക്കണ്ടാവും. അവരുടെ ഹാപ്പിനെസ്സിനൊന്നും ഒരു അതിരില്ല. അവർക്ക് ഹാപ്പിനെസ്സിനൊന്നും വേണ്ട. അവരേതോ ഒരു രാഗത്തിൽ ഒരു ലിറിക്സിനെ കൊണ്ട് പിടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ രാഗത്തിൽ ഈ ലിറിക്സ് അങ്ങോട്ട് സ്യൂട്ടായി കഴിഞ്ഞാൽ അതിങ്ങനെ പാടാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇന്റേണൽ ഹാപ്പിനെസ്സാണ്. ഇതിന് വിദ്യകൾ വേണം കേട്ടോ. ഒന്നുമില്ലാത്തൊരു എംപ്റ്റി മൈൻഡ് കൊണ്ട് ഇന്റേണൽ ഹാപ്പിനെസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു നിറഞ്ഞ മനസ്സിലാണ് ഈ നത്തിങ്നെസ് ഉണ്ടാവുക. ഒന്നുമില്ലാത്തൊരു മനസ്സിൽ ഈ നത്തിങ്നെസ് ഉണ്ടാവില്ല. ഈ ഹാപ്പിനെസ്സിൽ അതല്ലേ നമ്മൾ ഇന്റേണൽ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു എക്സ്റ്റേണൽ വർക്ക് ചെയ്യാത്തതെന്ന് വെച്ചാൽ അതിലൊരു റോങ് അപ്രോച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഈ ഫിസിക്കലി ഉള്ള കാര്യങ്ങളിലോട്ട് ഹാപ്പിനെസ്സിനെ ഒരുപാട് അറ്റാച്ച് ചെയ്യാറുണ്ട്. ഫിസിക്കലി മീൻസ് ഈ വേൾഡിൽ നമ്മൾ പുറമേയുള്ള കാര്യങ്ങളിൽ ഇഫ് ദിസ് ഹാപ്പൻ ഐ വിൽ ബി ഹാപ്പി എന്നുള്ളൊരു പാറ്റേൺ നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഇത് സംഭവിച്ചാൽ ഞാൻ ഹാപ്പി ആവും, ഇത് നടന്നാൽ ഞാൻ ഹാപ്പി ആവും, ഇത് എനിക്ക് കിട്ടിയാൽ ഞാൻ ഹാപ്പി ആവും. അപ്പോൾ എപ്പോഴും ഹാപ്പിനെസ്സിനെ ഒരു കാര്യത്തിൻ്റെ അപ്പുറത്ത് കൊണ്ട് വെച്ചിട്ട് ഹാപ്പിനെസ്സിനെ പിടിക്കാനുള്ള ഒരു ഓട്ടത്തിലാണ്. പക്ഷെ ഹാപ്പിനെസ് തുടങ്ങുന്നത് ഈ നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. ഓൾറെഡി ഉള്ളൊരു, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അങ്ങനെയല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണെന്നല്ല, എല്ലാം ഹാപ്പിനെസ് തന്നെയാണ്. ഈ പിടിക്കാൻ പോണ ഹാപ്പിനെസ്സും ഹാപ്പിനെസ് തന്നെയാണ്. ഈ ഉള്ളിലുള്ളത് വേറൊരു ടൈപ്പ് ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസിന്റെ വിവിധ തരങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ബട്ട് മറ്റതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഹാപ്പിനെസിനെ പിടിക്കാൻ പോകുന്ന ആളുടെ കാര്യം ചിന്തിച്ചു നോക്കുക. ഹാപ്പിനെസിനെ പിടി കിട്ടുന്നത് അടുത്ത ആഴ്ച, അല്ലെങ്കിൽ അടുത്ത ഏപ്രിൽ 20-ാം തീയതിയാണ് എൻ്റെ ആ ഹാപ്പിനെസിന്റെ കറക്റ്റ് മുഹൂർത്തത്തിൽ ഞാൻ പോയി എത്തുക. അന്നാണ് എനിക്ക് ഹാപ്പിനെസ് കിട്ടുക വിചാരിച്ചോ. അന്നത്തെ ദിവസം വരെ ഞാൻ അനുഭവിക്കുന്ന എക്സ്പീരിയൻസുകൾ എന്തൊക്കെയായിരിക്കും? അത് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈം ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഒരു സംഘർഷം അനുഭവിക്കും. ഇപ്പോൾ മെയ് 2-ാം തീയതി എക്സാം റിസൾട്ട് വരുന്ന ദിവസമാണ് എനിക്ക് ഹാപ്പിനെസ് കിട്ടാനെന്ന് വിചാരിച്ചോ. ഇന്നിപ്പോൾ ഒരു മാസം ഇപ്പുറത്താണ് ഞാൻ നിൽക്കുന്നത്, ഇനി ഒരു മാസം കിടക്കുകയാണ്. മെയ് 2-ാം തീയതി വരെ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? മെയ് 2-ാം തീയതിത്തെ ഹാപ്പിനെസ്സിനുള്ള പ്രിപ്പറേഷനിലാണ് ഞാൻ. മെയ് 2-ാം തീയതി വരെ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ടെൻഷനിലായിരിക്കും അല്ലേ, സംഘർഷത്തിലായിരിക്കും. എനിവേ ഹാപ്പി ആയിരിക്കൊന്നുമില്ല, ഒരു ക്യൂരിയോസിറ്റി നിറഞ്ഞ ഒരു സംഘർഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതാണ് ഈ ഹാപ്പിനെസ്സിൻ്റെ ഒരു പ്രശ്നം. ഈ പിടിക്കാൻ പോകുന്ന ഹാപ്പിനെസ് ഇല്ലേ, അപ്പുറത്തെ ഹാപ്പിനെസ്സിൻ്റെ പ്രശ്നം ഒരു നീണ്ട ജേണിയുടെ അങ്ങേ അറ്റത്തുള്ള ഒരു സ്പോട്ട് ഹാപ്പിനെസ്. അപ്പോൾ അവിടെയും അതൊരു ഹാപ്പിനെസ് തന്നെയാണ്, നമ്മൾ ഡിനൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ലൈഫ് എടുത്ത് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള ഹാപ്പിനെസ് പൊതുവെ കുറവായിരിക്കുമല്ലോ. അതായത് ഒരു കാര്യത്തിൻ്റെ അപ്പുറത്ത് നമ്മൾ കൊണ്ടുവയ്ക്കുന്ന ഹാപ്പിനെസ് പൊതുവെ എണ്ണത്തിൽ കുറവായിരിക്കും. കൂടുതലുള്ള എക്സ്പീരിയൻസ് പറയുന്നത് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി, പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ വേറെ ചെയ്യുന്ന പ്രവൃത്തികൾ. പക്ഷേ നമ്മളിങ്ങനെ ഓരോ ഔട്ട്കത്തിൽ അല്ലെങ്കിൽ ഓരോ കാര്യത്തിൻ്റെ അപ്പുറത്ത് ഓരോ റിസൾട്ടിലൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ
അത് ജീവിതത്തിൽ റെയർ ആയിട്ടുള്ള രീതിയിലായിരിക്കും. പക്ഷെ ആ ഒരു കൂടുതലുള്ള നമ്മളുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഡെയിലി ഉള്ള എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ജീവിതത്തിൽ ഓരോ ദിവസം ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളൊരു ദിനചര്യയിൽ കുറേ കാര്യങ്ങളുണ്ട്, മുൻഡെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ദിവസം ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിനെ കൂടുതൽ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങൾ. ഒരു ദിവസത്തിൽ നമ്മൾ കൂടുതൽ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങൾ നോർമൽ കാര്യങ്ങളാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഔട്ട്കംസ്, റിസൾട്ട്സ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക പൊസിഷൻ, അല്ലെങ്കിൽ ഒരു പ്രത്യേക സാധനം എന്നൊക്കെ പറയുന്നത്, അത് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഹാപ്പിനെസ് മൊമെന്റ്സ് എന്ന് പറയുന്നത് ലൈഫിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. 10 രൂപ കിട്ടുള്ളൂ. അപ്പൊ ചോദ്യം 10 രൂപ ഹാപ്പിനെസ് വേണോ? അത് നല്ല ഹാപ്പിനെസ് ആയിരിക്കും, പക്ഷെ 10 രൂപ ഉണ്ടാവുള്ളൂ. അതോ 20,000 30,000 ഹാപ്പിനെസ് വേണോ എന്നുള്ള ചോദ്യം. അതാണെങ്കിൽ നിറയെ കിട്ടാണ്ട്. അപ്പോൾ ചോദ്യം എന്താ വെച്ചാൽ 100 കിലോ വെയിറ്റ് ഉള്ള 10 ഹാപ്പിനെസ്, 10 കിലോ വെയിറ്റ് ഉള്ള 1000 ഹാപ്പിനെസ്. എന്നാലും വെയിറ്റ് ഇതിനായിരിക്കും കൂടുതൽ. അപ്പോൾ ഹാപ്പിനെസിന്റെ എണ്ണം കൂടുതലാണ് ഇവിടെ, അതിന്റെ വെയിറ്റ് കുറവായിരിക്കും ഹാപ്പിനെസിന്റെ. മറ്റൊരു എക്സാമിന്റെ റിസൾട്ട് വരുന്നത് പോലെ അത്ര വലിയ ഹാപ്പിനെസ് ആയിരിക്കില്ല ഒരു നേരം ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നത് ചിലപ്പോൾ. പക്ഷേ അങ്ങനത്തെ മൊമെന്റ്സ് കുറേ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഒരു ദിവസം 3 തവണ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇത് ഒരുപാട് എണ്ണം കൂടുമ്പോൾ അതിനേക്കാളും വലുതാണ്. ഹാപ്പിനെസിന്റെ സ്റ്റോക്ക് കൂടുന്നുണ്ട് ഇവിടെ. ആക്ച്വലി അതൊക്കെ ചെയ്യുന്നുണ്ടോ മനുഷ്യർ? ഭക്ഷണമൊക്കെ ആ ഭക്ഷണത്തിലെ ഓരോ ടേസ്റ്റുകളെയും ആസ്വദിച്ച് അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ട്. ഇങ്ങനെ മൊബൈലിൽ നോക്കിയിട്ട് എന്തൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും നമുക്ക് റെഗുലർലി ആസ്വദിക്കാവുന്ന പലതും ആസ്വദിക്കുന്നില്ല. അതൊക്കെ റുട്ടീനാക്കി മാറ്റി നമ്മൾ. എൻജോയ് ചെയ്യാവുന്ന, പണ്ട് നമുക്കതൊക്കെ ആസ്വദിക്കാൻ കഴിയുമായിരുന്നു. കുളിക്കുന്നതൊക്കെ നമ്മൾ എത്ര ആസ്വദിച്ചിരുന്നു. കുട്ടികൾ വെള്ളത്തിലൊക്കെ കളിച്ച് കണ്ടിട്ടില്ലേ? ഞാൻ ഇന്നും ആസ്വദിക്കുന്ന ഒരാളാണ്. കുളി ഏറ്റവും ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന പ്രവൃത്തികളിൽ ഒന്ന് കുളിക്കുന്നതാണ്. ഞാൻ ഓരോ ജീവികളെയും കണ്ടിട്ട് ഇങ്ങനെ കൊതിയോടെ നോക്കാം. അവർ എന്ത് രസമായിട്ടായിരിക്കും കുളത്തിലൊക്കെ വന്ന് മുങ്ങി കുളിക്കുന്ന ഓരോ പക്ഷികളും മറ്റും. അതുപോലെ ആസ്വദിക്കുവാൻ നമ്മൾ മൃഗങ്ങളെയൊക്കെ നോക്കി പഠിക്കണം എന്ന് തോന്നുന്നു ഈ കാര്യമൊക്കെ കുറേയൊക്കെ. അവരെങ്ങനെ പ്രകൃതിയെ എൻജോയ് ചെയ്യുന്നു എന്നുള്ളത്. ഭക്ഷണത്തിൽ എത്ര ഫോക്കസ് ചെയ്യുന്നു. ഒരു പട്ടി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊന്ന് ഇൻട്രപ്റ്റ് ചെയ്യാൻ പോയി നോക്കൂ. എത്ര ഫോക്കസ്ഡ് ആണ് ഭക്ഷണത്തിൽ. നമ്മൾ നമ്മുടെ ഭക്ഷണത്തെ എവിടെ ഫോക്കസ് ചെയ്യുന്നു? നമ്മൾ സംഭവിക്കുന്ന മറ്റൊരു തോട്ട് പ്രോസസ്സിൻ്റെ ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഫ്യൂച്ചർ ഫോക്കസ്ഡ് ആണ്. അതുകൊണ്ടായിരിക്കും നമ്മൾ പ്രസൻറ്റിലുള്ള ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ്. നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ഫ്യൂച്ചറാണ്. നമ്മുടെ മനസ്സിലുള്ളൊരു ഫ്യൂച്ചർ അറിയാം. ഇതാണ് ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇത് ഇവിടെ ഒരു ബ്ലോക്കായിട്ടല്ല വരുന്നുണ്ട്. ഈ ഫ്യൂച്ചർ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഒരു കാരണമുണ്ട്. ഫ്യൂച്ചർ നമ്മൾക്ക് എന്താണെന്ന് അറിയില്ലാത്തതുകൊണ്ടാണ്. നമ്മൾക്ക് അനിശ്ചിതത്വത്തിൽ കിടക്കുന്ന എല്ലാത്തിനോടും ഭയമുണ്ടാകും. ഭയം നമ്മളെ അമിതമായി ചിന്തിപ്പിക്കും. അതുകൊണ്ടാണ് നമ്മൾ പ്രസന്റിനേക്കാൾ കൂടുതൽ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നത്. എന്നാൽ പിന്നെ പാസ്റ്റിനെ കുറിച്ചും ചിന്തിക്കുന്നുണ്ടേ. പാസ്റ്റിനെ കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാം, കഴിഞ്ഞ് ക്ലോസ് ചെയ്ത കഥയാണത്. പക്ഷെ എന്നിട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു ട്രെയിനിങ്ങിൻ്റെ കുറവാണെന്നേ പറയാൻ പറ്റൂ. പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കൽ ഒരു പരിശീലനം വേണ്ട സാധനമാണ്. കാരണം മനുഷ്യന് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ 3 കാലങ്ങളുള്ളത്. അതറിയോ? നമ്മൾ പഠിച്ചെടുത്തതാ. അല്ലെങ്കിൽ 3 കാലങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാ ജീവികളും ഏകദേശം പ്രസന്റിൽ തന്നെ ജീവിക്കുന്നത്. മനുഷ്യന് ഈ മാനസിക ലോകമുള്ളത് കൊണ്ട് മനുഷ്യന് 3 കാലങ്ങളിലും ജീവിക്കാൻ പറ്റും. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. മനുഷ്യന്റെ മനസ്സ് എത്ര വേണേ എക്സ്പാൻഡ് ചെയ്യാവുന്ന ഒരു മൈൻഡാണ്. അപ്പം അങ്ങനെയുള്ള ഒരു എബിലിറ്റി ഉള്ളത് കൊണ്ട് അതിന് പ്രോപ്പർ ട്രെയിനിങ് ആവശ്യമാണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മെഷീനറി. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു അമ്മൂമ്മ ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു അത്യാവശ്യ ടെക്നോളജികളൊന്നും ഓപ്പറേറ്റ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യാനും റെഗുലേറ്റർ കറക്കാനും പോലും അറിയാത്തൊരു അമ്മൂമ്മ. ആ അമ്മൂമ്മയ്ക്ക് നമ്മളൊരു ആസിമോ റോബോട്ട് വാങ്ങിക്കൊടുന്ന് കൊടുത്തിട്ട് ഇത് വീട്ടിലത്തെ എല്ലാ പണിയും ചെയ്യുന്നു പറഞ്ഞ് കൊടുത്താൽ സംഭവം ശരിയാണ്, അത് വീട്ടിലത്തെ എല്ലാ പണിയും ചെയ്യും. ആ അമ്മൂമ്മയ്ക്ക് പക്ഷെ അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മെക്കാനിസത്തിനെ ഓപ്പറേറ്റ് ചെയ്യുവാൻ ആദ്യം ഒരു ട്രെയിനിങ് വേണം. ഇതുപോലെ മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് ഹൈലി കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനെ ഓപ്പറേറ്റ് ചെയ്യുവാൻ ഒരു പരിശീലനം വേണം. അതിൻ്റെ നമ്പർ 1 പ്രാക്ടീസാണ് പ്രസൻറ്റിൽ ഇരിക്കുക എന്നുള്ളത്. നമുക്ക് ഫ്യൂച്ചറിലേക്കും പാസ്റ്റിലേക്കും പോകാനുള്ള കഴിവുള്ളവരാണ്. ബട്ട് അവിടെ തന്നെ പോയി ജീവിക്കണം എന്നെങ്കിലും ആരും പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് കിട്ടിയ ഒരു കഴിവാണ്, ഒരു എബിലിറ്റിയാണ്, വേണമെങ്കിൽ പോകാന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മളെ കൂടുതൽ ഡെവലപ്ഡ് ആക്കിയിരിക്കുന്നത്. പാസ്റ്റിനെ പറ്റി ചിന്തിച്ച് നമുക്ക് അതിൽ നിന്ന് പല പാഠങ്ങളും പഠിച്ചിട്ട് നമ്മൾ പ്രസന്റിനെയും ഫ്യൂച്ചറിനെയും ബെറ്റർ ആക്കാൻ പറ്റും. ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കാൻ പറ്റുന്ന നമ്മളുടെ ഇമാജിനേറ്റീവ് എബിലിറ്റി വെച്ചിട്ട് നമ്മൾക്ക് വേണ്ട രീതിയിൽ ഒരു ഐഡിയൽ ലൈഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ഷൻ എടുത്ത് തുടങ്ങാൻ പറ്റും. പക്ഷേ ഈ നമ്മൾക്ക് കിട്ടിയ ഒരു എബിലിറ്റി, ഒരു ഗിഫ്റ്റ് തന്നെ നമ്മൾക്കൊരു ശാപമായിട്ട് വരുന്ന രീതിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ഥിരമാക്കുമ്പോഴാണ് ഈ പ്രശ്നം. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രസന്റിലേക്ക് വരാൻ പ്രാക്ടീസ് ചെയ്യണം. അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്നും നാളെ 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 എന്നത് വിചാരിച്ചുകൊണ്ടിരിക്കും. മിക്ക ആളുകൾ എനിക്കറിയാം
ഒരു ദിവസം എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാവും, ഇതൊക്കെ ശരിയാവുന്നൊരു ദിവസം വരും എന്ന് പ്രതീക്ഷിച്ച് മരിച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെയാണ് കൂടുതൽ ജീവിതം. പ്രതീക്ഷിക്കുന്നത് തന്നെ ഒരു ഹാബിറ്റ് ആവും. അപ്പോൾ അത് എപ്പോഴും ഒരു ചാണകല അല്ലെങ്കിൽ ഒരു കൈ അകലത്ത് നിൽക്കുന്ന ഒരു കാര്യമായിട്ട് ഒരുപാട് പേര് അങ്ങനെയാണ്. ഭാവിയിൽ കിട്ടാൻ പോകുന്ന ഒരു സന്തോഷത്തിന്റെ പ്രതീക്ഷയിൽ ജീവിച്ച് ആ ഒരു ഭാവി ദിവസത്തെ കാണുക പോലും ചെയ്ത് മരിച്ചുപോയ എത്ര പേരുണ്ടാവും ഈ ലോകത്തെന്നറിയും. അപ്പോൾ വലിയൊരു സന്തോഷത്തെ ഭാവിയിൽ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ചെറിയ സന്തോഷങ്ങളെ പ്രസന്റ് മൊമെന്റിൽ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് സന്തോഷത്തെ ഒരു നേച്ചറാക്കി മാറ്റുക, അങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഹാപ്പിനെസ്, വാട്ട് ഈസ് ഹാപ്പിനെസ് എന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചില്ലേ? ഹാപ്പിനെസ് ഈസ് മൈ ബേസിക് നേച്ചർ. ഈ ഒരു ഡെഫിനിഷൻ മൈൻഡിൽ പറഞ്ഞുറപ്പിക്കുക. ഈ ഡെഫിനിഷൻ പറയാനൊരു എവിഡൻസ് വേണ്ടേ? വെറുതെ അങ്ങനെ പറയാൻ പറ്റും നമുക്ക് ഹാപ്പിനെസ് ഈസ് മൈ ബേസിക് നേച്ചർ എന്ന്? എന്താ എവിഡൻസ് എന്ന് വെച്ചാൽ, നീ ജനിച്ചപ്പോഴത്തെ ആദ്യത്തെ 1-2 വർഷം നീ കാണിച്ചിട്ടുള്ളത് കൂടുതലും ഹാപ്പിനെസ് ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരുടെയും ബേസിക് ആയിട്ടുള്ള അടിയിൽ കിടക്കുന്ന കൾച്ചർ ഹാപ്പിനെസ്സാണ്. നമ്മൾ ആദ്യത്തെ വർഷങ്ങളിൽ ഹാപ്പിനെസ്സിൻ്റെ ഹോൾസെയിൽ ഡീലേഴ്സ് ആയിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു. സോ അതെൻ്റെ ബേസിക് നേച്ചറാണ്. അതിന് മേലെ ഞാൻ ഒരുപാട് കവറിങ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. ഇത് മനസ്സിലാക്കുകയും ഞാൻ ഒരു ഹാപ്പിനെസ് പോകുന്ന ഒരു മൊമെൻ്റ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുക, ഹാപ്പിനെസ് നഷ്ടപ്പെടുന്ന പല സിറ്റുവേഷനുകളിലൂടെ ജീവിതത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നമ്മൾക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം, ഹാപ്പിനെസ് ഈസ് മൈ ബേസിക് നേച്ചർ. ഞാൻ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും ഹാപ്പിനെസ് എൻ്റെ ബേസിക് നേച്ചറായിട്ട് അവിടെ തന്നെ ഉണ്ട്, അത് പോയിട്ടൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ കടലിൻ്റെ ഉദാഹരണം പറയാറുണ്ട് എപ്പോഴും. കടലിൻ്റെ അടിത്തട്ട് ശാന്തമായിരിക്കുകയും മേൽഭാഗം ഇളകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കടൽ ചിലപ്പോൾ ശാന്തമാണ്, ചിലപ്പോൾ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും എന്നല്ല, കടൽ ഒരേ സമയം ശാന്തവുമാണ് ഇളകി മറിയുന്നതുമാണ്. അതിൻ്റെ ആഴത്തിൽ അത് ശാന്തമാണ്, മേലെ അത് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കടൽ പോലെ നമ്മുടെ മനസ്സിൽ നമ്മളിങ്ങനെ മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് വലിയ സമാധാനം ഉണ്ടാവും. എനിക്കുണ്ടാവാറുണ്ട്. അതായത് പുറമെ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ഇതൊക്കെ പുറമേ അല്ലേ, എൻ്റെ ബേസിക് നേച്ചർ ഹാപ്പിനെസ്സും പീസും ഒക്കെ അല്ലേ എന്നൊന്ന് ജസ്റ്റ് ഓർമ്മിക്കുമ്പോഴേക്ക് തന്നെ, നിരന്തരം പ്രാക്ടീസ് ചെയ്തിട്ടാണ് കേട്ടോ അത്, അങ്ങനെ ഓർമ്മിക്കുമ്പോഴേക്ക് തന്നെ ഭയങ്കര റിലാക്സ്ഡ് ആവും. ഞാൻ പലപ്പോഴും ചെയ്യുന്നൊരു പ്രാക്ടീസ് ഉണ്ട്. ചില ഇവൻറ്റുകളൊക്കെ നടക്കുമായിരിക്കും, ആകെ ജഗ പുകയായിട്ട് എല്ലാവരും ഓട്ടി നടന്ന് ബഹളമായിരിക്കും. പ്രോഗ്രാം തുടങ്ങുന്നതിൻ്റെ ആ ഒരു തൊട്ട് മുമ്പുള്ള 2-3 മണിക്കൂറുകൾ ഞാനും അത്യാവശ്യം തിരക്കിലായിരിക്കും ആ സമയത്ത്. ബട്ട് ഭയങ്കര ബിസി ആയിട്ട് ഇങ്ങനെ മൈൻഡ് ഒരു ബിസി മോഡിൽ ഓപ്പറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടിയൊന്ന് ഒറ്റയിരിപ്പാണ്. എന്താ മനസ്സിലാക്കുന്നത് വെച്ചാൽ, ഞാൻ ഒറ്റ തോട്ടം കണ്ട് കൊണ്ടുവരും. കാര്യം ഇങ്ങനെയൊക്കെയാണ്, തിരക്കും ബിസിയും ബഹളമൊക്കെ ആണെങ്കിലും ഞാൻ വളരെ ശാന്തനും ഹാപ്പി ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. ദിസ് ഈസ് ദ റിയാലിറ്റി, ദിസ് ഈസ് മൈ ബേസിക് നേച്ചർ എന്നുള്ള ഒരു അവബോധം കൊണ്ട് കൊണ്ടുവരുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി അവിടേക്ക് ഇൻവൈറ്റ് ചെയ്യപ്പെടും ഹാപ്പിനെസ് ആൻഡ് പീസ് നാച്ചുറലി. ഇത് കടലിൻ്റെ മാതൃക വെച്ച് ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും കൊണ്ടു നടന്നിട്ടുള്ളതുകൊണ്ടാണ്. കടല് ചിലപ്പോൾ അശാന്തം, ചിലപ്പോൾ ശാന്തം എന്നല്ല, കടലിൻ്റെ ഒരു ഡീപ്പർ നേച്ചർ എന്ന് പറയുന്നത് അത് എപ്പോഴും അങ്ങനെയാണ്. ഇതുപോലെ ഞാൻ വളരെയധികം വിഷമിക്കുന്ന കരയുന്ന മൊമെന്റിലും ആ ഹാപ്പി ആയിട്ടുള്ള കുട്ടിയില്ലേ, അതകത്തുണ്ട് എന്നുള്ളതാണ് സത്യം. ഇതിനെ ഓർമ്മിക്കൽ, ഹാപ്പിനെസ്സിനെ ഓർമ്മിക്കൽ നമ്മളുടെ റിയൽ നേച്ചറാണ് എന്നുള്ളൊരു തിരിച്ചറിവ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മനസ്സിലാക്കി തരാൻ ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പം ഞാൻ മൊയ്തീൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഞാൻ 1 കോടി രൂപ നിക്ഷേപിച്ചു എന്ന് വിചാരിച്ചു. പക്ഷെ മൊയ്തീനോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ മൊയ്തീൻ്റെ ബാങ്ക് അക്കൗണ്ട് ഏകദേശം കാലിയായി കിടക്കുകയാണ്. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടെന്ന് വിചാരിച്ചു. കഴിഞ്ഞ 1 മാസമായിട്ട് മൊയ്തീൻ്റെ അക്കൗണ്ടിൽ ഞാൻ 1 ലക്ഷം രൂപ ഒരു FD കൊണ്ടിട്ടിട്ടുണ്ട്, നീ അറിയാതെ. എന്നിട്ട് എന്തെങ്കിലും സന്തോഷം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ ഉണ്ടായാൽ പോരാ, പിന്നെ എന്തുകൂടെ വേണം? അറിയൂടെ, അതവിടെ ഉണ്ട് എന്നുള്ള അറിവ് ഉണ്ടാവണം. ഇനി വേറൊരു ഓപ്ഷൻ പറയട്ടെ. ഞാൻ മൊയ്തീന് ഒരു പ്രൂഫ് കാണിച്ചു തന്നു, ബാങ്ക് അക്കൗണ്ടിൽ ഞാൻ 1 കോടി രൂപ ഇട്ടിട്ടുണ്ട് കേട്ടോ, എന്തുകൊണ്ട് വേണമെങ്കിൽ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞു. ആക്ച്വലി ഞാൻ ഇട്ടിട്ടില്ല, അതൊരു ഫേക്ക് പ്രൂഫാണ്. ഹാപ്പിനെസ് ഉണ്ടാവുമോ? ഉണ്ടാവും. ഇത് പോയി എടുക്കരുത് കേട്ടോ, ഈ പൈസ നീ പോയി എടുക്കരുത്. നീ പ്രയത്നിച്ചിട്ട് വിജയിക്കണം. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ അത്യാപത്തിന് നിനക്കെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി ഇത് ഉപയോഗിച്ചോ, അല്ല വെറുതെ പോയി ഇതിൽ കൈവയ്ക്കാൻ പാടില്ല എന്നൊരു വാക്കും ഞാൻ പറഞ്ഞു. നീ ചിലപ്പോൾ പോയി എടുക്കുകയില്ല, അവിടെ ഇരിക്കട്ടെ, അതൊരു സേഫ്റ്റി ആയിട്ട് ഇരിക്കട്ടെ വിചാരിച്ചിട്ട് സ്വയം പരിശ്രമിച്ച് വിജയിച്ച് വലിയ കോടീശ്വരനൊക്കെ ആവും.
എന്നിട്ട് അവസാനം ഞാൻ പറഞ്ഞു ഞാൻ ശരിക്കും പൈസ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു, ഞാൻ വെറുതെ പറഞ്ഞാണെന്ന്. അപ്പോൾ അവിടെ സാധനം വേണമെന്നില്ല വാസ്തവത്തിൽ. ആ വിശ്വാസം ഉണ്ടാക്കി അവിടെ ഉണ്ടെന്ന അവബോധം ഉണ്ടാക്കിയാൽ മതി. മറ്റേ കേസിൽ എങ്ങനെയായിരുന്നു, അവിടെ സാധനം ഉണ്ട് പക്ഷെ അത് നീ അവബോധത്തിൽ വന്നിട്ടില്ല. അപ്പൊ അവബോധമാണ് ആ റിയൽ ആയിട്ടുള്ളതിനേക്കാളും വർക്ക് ചെയ്യുന്നത്. ഹാപ്പിനെസ്സിനെ കുറിച്ചിട്ടുള്ള അവബോധം ഒരാളെ ഹാപ്പിനെസ് ഉണ്ടാക്കും. ഹാപ്പിനെസ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു അവബോധം ഉണ്ടാക്കാനുള്ള ബേസിക് എബിലിറ്റി ഇല്ലാത്തൊരു മനസ്സിന് ഹാപ്പിനെസ്സിനുള്ള സകല സാധനം മേലെ കൊണ്ട് കൂട്ടിയിട്ടാലും അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എന്ത് ഹാപ്പിനെസ്. ഇത് ഉള്ളിലെ ഒരു കാര്യമാണ്, സംതൃപ്തമാകലും സന്തുഷ്ടമാകലൊക്കെ, അല്ലാതെ ഇത് പുറമേത്തെ കാര്യമല്ല. അവർ ഇൻസൈഡ് വർക്ക് കറക്റ്റായിട്ട് ചെയ്യാതെ നമ്മൾ എത്ര പുറമേ അത് സെർച്ച് ചെയ്താലും അല്ലെങ്കിൽ പ്രയത്നിച്ചാലും അവിടേക്ക് എത്തില്ല. ദഹനം ഇതിന് നല്ല ഉദാഹരണമല്ലേ. നിൻ്റെ ആമാശയവും ദഹനേന്ദ്രിയ വ്യവസ്ഥയും ഭക്ഷണ പദാർത്ഥങ്ങളെ ദഹിപ്പിക്കുവാനുള്ള കഴിവ് നിർത്തിവെച്ചിരിക്കുന്നൊരവസ്ഥയിൽ നീ എന്ത് ന്യൂട്രീഷൻസ് കഴിച്ചാലും നിൻ്റെ ശരീരത്തിന് അത് റിജക്ഷൻ ആയിരിക്കും. അങ്ങനെ വയറിളക്കോ അല്ലെങ്കിൽ ഛർദിയൊക്കെ സംഭവിക്കും. അങ്ങനത്തെ ചില സിറ്റുവേഷൻ വരുമ്പോൾ വൈറൽ ഫീവറൊക്കെ വരുമ്പോൾ കണ്ടിട്ടില്ലേ. നമ്മൾ പുറമേ നിന്ന് കൺസ്യൂം ചെയ്യൽ ഒരു സൈഡാണ് ഭക്ഷണം കഴിക്കൽ എന്നുള്ളത്, അത് ഒരു സൈഡ്. കഴിച്ച ഭക്ഷണത്തെ ദഹിപ്പിച്ച് എനർജി ആക്കൽ എന്നുള്ള മറ്റൊരു സൈഡും കൂടെ ഉണ്ട്. ഈ രണ്ട് സൈഡും പ്രവർത്തിക്കുമ്പോഴാണ് ഭക്ഷണത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നത്. ഇതേപോലെയാണ് ഹാപ്പിനെസ്സിന് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടൽ എന്നുള്ളത് ഒന്ന്, ഹാപ്പിനെസ്സിൻ്റെ കോമ്പോണൻസ്. മറ്റൊന്ന് അതിൽ നിന്ന് ഈ ഹാപ്പിനെസ്സിനെ പ്രോസസ്സ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കൽ വേറെ ഒന്ന്. അതൊരു സ്കില്ലാണ്, നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സ്കില്ലാണ് അതെന്നുള്ള. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു ഫംഗ്ഷൻ വെച്ച സമയത്ത് കയറി വരുന്ന ആളുകൾക്കൊക്കെ ഒരു ഫ്ലവർ കൊടുത്തിട്ട് സ്വീകരിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടു. അപ്പോൾ അവിടെ നിന്ന് തന്നെ കിട്ടിയ ഒരു തരം നന്ദ്യാർ വട്ടം എന്ന് പറയും, അതെ അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ അറിയില്ല, ആ പൂവാണ് പറിച്ചത്, എല്ലാവർക്കും കൊടുത്തു. ഈ പൂ ചില ആളുകൾക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങുന്നു. ചില ആളുകൾക്ക് കൊടുക്കുമ്പോൾ ഈ സാധനം എല്ലാവർക്കും ഹാപ്പിനെസ് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബട്ട് ഈ സാധനം വാങ്ങി അത്രയും എക്സൈറ്റഡ് ആവുന്ന ഹാപ്പി ആവുന്ന ആളുകളെയും ഞാൻ കണ്ടു. അത് വാങ്ങി വെറുതെ തിരിച്ചു നോക്കിയിട്ട് എന്ത് പോകും എന്ന് പറഞ്ഞിട്ട് പോകുന്ന സാധനം സെയിം ആണ്, അത് എക്സ്പീരിയൻസ്. അപ്പം എന്തുകൊണ്ടാണ് ചിലർക്ക് ആ നന്ദ്യാർ വട്ടം ഹാപ്പിനെസ് കൊടുക്കുന്നത്, ചിലർക്ക് അത് കൊടുക്കാത്തത്? അതാണ് പറഞ്ഞത്, അതിൽ നിന്ന് ആ ഹാപ്പിനെസ്സിനെ റിസീവ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ട്. അതിനെ നശിപ്പിച്ച് വെച്ചിട്ട് എനിക്ക് സന്തോഷമില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്ത് കൊടുത്താലും സന്തോഷം ഉണ്ടാവില്ല. അതാണ് രസം. മെക്കാനിസം കേടുവരുത്തി വെച്ചിട്ടുണ്ട്. മെക്കാനിസം കേടുവരാൻ കുറെ കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കും. പ്ലഷറിന്റെ പിന്നാലെ അമിതമായി പോയിട്ടുണ്ടാവും, അതൊരു റീസണാണ്. റിഫ്ലക്റ്റീവ് ഹാപ്പിനെസ് ഒട്ടും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. ഈ അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്ന അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പിന്നെ പല ട്രോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ അതിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എപ്പോഴും നിരന്തരമായിട്ട് അത്രയും ട്രോമാസ് വന്നിട്ടുണ്ടാവാം. ഇതിൽ കൂടുതലും കാണപ്പെടുന്നത് ഹാപ്പിനെസിന്റെ പെർസെപ്ഷൻ ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഹാപ്പിനെസ്സിന് ആ വ്യക്തി കൊടുത്തിരിക്കുന്ന മീനിങ്ങേ തെറ്റാണ്. ഒരു കുഞ്ഞു വാവ ഹാപ്പിനെസ് ആയിരുന്നത് വലിയ കാര്യങ്ങളിൽ അല്ലായിരുന്നു. ഹാപ്പിനെസ് ഈസ് സിമ്പിൾ, നോട്ട് കോംപ്ലിക്കേറ്റഡ്. ആ വ്യക്തി കരുതി വെച്ചിരിക്കുന്നത് വേറെ എന്തോ ആണ്. ചുരുക്കി പറഞ്ഞാൽ ഹാപ്പിനെസ് ഒരു ഗോളല്ല, ഇറ്റ്സ് എ വേ. അതായത് നമ്മൾ ഒരു മാർഗത്തെ ലക്ഷ്യമായി കണ്ടാലും ലക്ഷ്യത്തെ മാർഗമായി കണ്ടാലും തെറ്റ് സംഭവിക്കുക. അതാണ് ഗാന്ധിജി പറയായിരുന്നു, പീസ് ഈസ് ദ വേ, ദർ ഇസ് നോ വേ ഫോർ പീസ്, പീസ് ഈസ് ദ വേ എന്ന് പറയുന്നു. അതുപോലെ ഹാപ്പിനെസിന്റെ കാര്യം, ദർ ഇസ് നോ വേ ഫോർ ഹാപ്പിനെസ്. എത്തിച്ചേരുന്ന ഒരു സ്ഥലമല്ല, പക്ഷെ ആ ഒരു മൊത്തം ജേർണി തന്നെയാണ് ഹാപ്പിനെസ്. അങ്ങനെ വേണം അതിനെ മനസ്സിലാക്കാൻ വേണ്ടി. അതാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ മുഴുവൻ ഒരു ഉള്ളടക്കം. അതാണ് ഹാപ്പിനെസ് എവിടെയെങ്കിലും എത്തുമ്പോൾ കിട്ടുന്നതല്ല, അപ്പൊ ഇക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കണം ഹാപ്പിനെസ് എന്നുള്ളതാണ്. ഇറ്റ്സ് എ പ്രോസസ്, ഇറ്റ്സ് നോട്ട് ദ റിസൾട്ട്. പിന്നെ അതൊരു ഒബ്ജക്റ്റ് അല്ല അങ്ങനെ പോയിട്ട് എടുക്കാനായിട്ടുള്ളത്, അത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു സാധനം. ഹാപ്പിനെസ് കിട്ടൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നില്ല, എനിക്ക് ബന്ധത്തിൽ നിന്ന് ഹാപ്പിനെസ് കിട്ടുന്നില്ല, എനിക്ക് ജോലിയിൽ നിന്ന് ഹാപ്പിനെസ് കിട്ടുന്നില്ല. എന്താ നിന്റെ പ്രശ്നം? എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നില്ല. ഞാൻ പലരോടും പറയാറുണ്ട്, ശരി ഈ ഒരു സാധനം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുകയാണ്. അപ്പം നമ്മൾ ഒരു യൂട്യൂബിലെ മറ്റോ ഹൗ ടു ഗെറ്റ് പായസം എന്ന് സെർച്ച് ചെയ്യുമോ, ഹൗ ടു മേക്ക് പായസം എന്ന് സെർച്ച് ചെയ്യാറുണ്ടോ? പൊതുവെ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ഹൗ ടു മേക്ക് പായസം അല്ലേ? പായസത്തിന്റെ കാര്യം വരുമ്പോൾ നമുക്ക് ഹൗ ടു മേക്ക് ആണ്. ഹാപ്പിനെസിന്റെ കാര്യത്തിൽ എന്താ സെർച്ച് ചെയ്യാറുള്ളത്? ഹൗ ടു ഗെറ്റ് ഹാപ്പിനെസ്. അതാണ്. അപ്പോൾ ഹൗ ടു മേക്ക് ഹാപ്പിനെസ്
എന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങണം. ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന കാര്യമല്ലേ ഞാൻ പറയുന്നത്, ലൈഫിലെ സെർച്ച് അതായിരിക്കണം. ഹൗ ടു മേക്ക് ഹാപ്പിനെസ്, ഹൗ ടു ഗെറ്റ് ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ തരാൻ വേറെ ആരോ വേണം, അവിടെ വേറെ എന്തോ സാധനം കൂടി വേണം. അപ്പോൾ ഹൗ ടു മേക്ക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ മാത്രം മതി. അപ്പോൾ ഹാപ്പിനെസ് മേക്കിങ്ങും ഹാപ്പിനെസ് ഗെറ്റിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെ നമ്മുടെ ആ ഒരു ഇൻസൈഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ മേക്കിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്വയം ഹാപ്പിനെസ് അനുഭവിക്കാൻ തുടങ്ങി. മാത്രമല്ല നമ്മൾ വീണ്ടും ഒരു ഹാപ്പിനെസ് പോയിന്റായി മാറും. നമ്മുടെ ജീവിതത്തിൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ചില ആളുകൾ വീട്ടിലേക്ക് ഇങ്ങോട്ട് വരും. അപ്പം എന്താ വിശേഷം, ഒന്നുമില്ല, കുറച്ചിരുന്നു ഇവിടെ വന്നിരുന്നാൽ തന്നെ ഒരു സന്തോഷം, അതുകൊണ്ട് വരികയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത്? നമ്മുടെ ഒരു പ്രസൻസ് ആളുകൾക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കും. വെറുതെ അടുത്ത് വന്നിരിക്കാൻ തോന്നുന്നു, നമ്മളൊന്നും ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. അതെന്താ സാധനം? അതിൻ്റെ സൂക്ഷ്മവശം എന്താണെന്നറിയോ? വി ആർ ക്രിയേറ്റിംഗ് ഹാപ്പിനെസ്. അപ്പോൾ നമ്മളിൽ നിന്നും ഉണ്ടായി പുറത്തേക്ക് ഒഴുകുന്ന ഹാപ്പിനെസ്സും എവിടെ നിന്നൊക്കെയോ ഒഴുകി വന്ന് നമ്മുടെ ഉള്ളിലേക്ക് നിറയുന്ന ഹാപ്പിനെസ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് പൊട്ടിത്തെറിക്കുകയാണ് പുറത്തേക്ക്, മറ്റൊന്ന് ഉള്ളിലേക്ക് വന്ന് നിറയുകയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ആ നിർമ്മിക്കുന്നവരായി മാറണം. നമ്മൾ ഒരു മുല്ലപ്പൂവായി മണം കൊടുക്കണം, നമ്മളൊരു കിണറായി വെള്ളം കൊടുക്കണം. ഒരു കിണർ എനിക്ക് ആരാ വെള്ളം കൊടുന്ന് തരാമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ ഉണ്ടാവും? ഒരു മുല്ലപ്പൂ എനിക്ക് ആരത്തിരി മണം തരാമെന്ന് ചിന്തിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ചിന്തിക്കുക. ദാറ്റ് ഈസ് മൈ ഇൻഹെറൻറ്റ് നേച്ചർ എന്ന് ചിന്തിച്ചിട്ട് അത് എന്നിൽ നിന്നാണ് സ്പ്രെഡ് ആവേണ്ടതെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ കാരണം ഒരുപാട് പേര് ഹാപ്പി ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കാരണം ഒരുപാട് പേര് ഹാപ്പി ആവുന്നത് കാണുന്നതിനേക്കാൾ വലിയൊരു ഹാപ്പിനെസ് എന്താ വേറുള്ളത്? നമ്മളൊന്നും ചെയ്യുന്നില്ലേ? ഇപ്പം ഹാപ്പിയൊക്കെ ഇരുന്ന് തമാശയും കോമഡി ഷോ കാണിച്ചിട്ടല്ല, നമ്മുടെ പ്രസൻസിൽ ഹാപ്പിനെസ് കൊടുക്കുന്ന ഒരവസ്ഥ. ഇത് ഞാൻ പലരിലും കണ്ടിട്ടുണ്ട് ഈ സംഭവം. ഞാനും വേറെ ഒരുപാട് പേരിൽ നിന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ദേ ആർ ദ ഡോണേഴ്സ് ഓഫ് ഹാപ്പിനെസ്. എല്ലാവരും ഹാപ്പിനെസ്സിന് വേണ്ടി കൈ നീട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിലേ കൊടുക്കാനുള്ള ആളാരായിരിക്കും പിന്നെ? അത് രസം. എല്ലാ കൈകളും ഇങ്ങനെയാണ്. അപ്പം ആരാ കൊടുക്കുക? അതുകൊണ്ട് നമ്മൾ ആദ്യം നിർമ്മിക്കുക, എന്നിട്ട് കൊടുക്കുക. ഇത് ചില കാര്യങ്ങളിലൊക്കെ ഫിസിക്കൽ സാധനങ്ങളിൽ ഇത് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരമ്മയുണ്ടായിരുന്നു, ആ അമ്മയുടെ വീട്ടിലൊരു ഇരുമ്പൻ പുളി എന്ന് പറയും, ആ ഒരു ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മ അത് ഉപയോഗിച്ചിട്ട് അച്ചാറുണ്ടാക്കാൻ തുടങ്ങി. അച്ചാറുണ്ടാക്കി അത് പിന്നെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും അച്ചാറുണ്ടാക്കും. അപ്പോൾ നല്ല അച്ചാറാണ്. പിന്നെ അമ്മ തന്നെ ഇത് കഴിച്ചുകൊണ്ടിരുന്നിട്ട് എത്ര കാലം കഴിക്കുക. അപ്പോൾ പിന്നെ അച്ചാർ ഇങ്ങനെ കൊടുക്കൽ തുടങ്ങി. ഇന്ന് അവർ ഇരുമ്പൻ പുളി ബിസിനസ്സാണ്, വലിയൊരു സ്ഥാപനമായി മാറി. ഇത് എനിക്ക് നല്ലൊരു ഹാപ്പിനെസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നല്ല എക്സാമ്പിളായിട്ട് എപ്പോഴും തോന്നാറുണ്ട്. ഹാപ്പിനെസ് അല്ല, ഏത് വാല്യൂൻ്റെ കൂടി. അതായത് തുടക്കത്തിൽ അവരവർക്ക് വേണ്ടി ഉണ്ടാക്കി തുടങ്ങിയതാണത്. പക്ഷെ ഇന്നത് നാടിൻ്റെ മുഴുവൻ അച്ചാറായി മാറിയിരിക്കും. അപ്പോൾ ഇതേപോലെയാണ് ഹാപ്പിനെസ്. ഇവർ ഇരുമ്പമ്പുളി അച്ചാർ വാങ്ങിക്കൊണ്ടിരുന്ന ആളായിരുന്നെങ്കിൽ എന്നും വാങ്ങിക്കൊണ്ടുവന്നിട്ടിരിക്കേണ്ടി വരും. ഇവർ നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ നിർമ്മാണത്തിൻ്റെ അളവ് വർദ്ധിച്ചു വന്നപ്പോൾ അത് ദേശത്തിൻ്റെ മുഴുവൻ അച്ചാറായി മാറി. ഇതുപോലെ നമുക്ക് വേണ്ടി ഹാപ്പിനെസ് ഉണ്ടാക്കുക, ഗ്രാജുവലി അത് നമ്മുടെ ഹാപ്പിനെസ് മറ്റുള്ളവർക്കും കിട്ടാൻ തുടങ്ങും. പിന്നെ നമ്മളെ കൊണ്ട് ഒരുപാട് പേര് ഹാപ്പിനെസ് അനുഭവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിഫ്ലക്റ്റീവ് ഹാപ്പിനെസ് ഉണ്ട്, അത് ഭയങ്കര ഹൈ ആയിരിക്കും. അങ്ങനെ നമുക്ക് ഹാപ്പിനെസ്സിൻ്റെ ഒരു എംബോഡിമെൻ്റ് ആകാൻ പറ്റും, ഹാപ്പിനെസ്സിൻ്റെ ഒരു ഫിലാന്ത്രപ്പിസ്റ്റ് ആയിട്ട് മാറാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ദൂരെ എവിടെയോ കിടക്കുന്ന ഒരു ഹാപ്പിനെസ്സിനെ തേടി അലഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മുടെ ജീവിതം തേഞ്ഞു പോകും. അവസാനമായിട്ട് ഒരു സ്റ്റോറി കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇതെവിടെയോ ഞാൻ വായിച്ചതാണ്. ഒരു കുട്ടിയുടെ സൂചി വീണുപോയി. അപ്പോൾ സ്വർണത്തിൻ്റെ സൂചിയാണ് അത്രേ. അപ്പോൾ ആ കുട്ടി സ്ട്രീറ്റ് ലൈറ്റിൽ അത് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വരുന്ന ആളുകളൊക്കെ തിരയാൻ കൂടി, സൂചി ഇവിടെയാണോ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു വ്യക്തി തിരയാൻ നാട്ടുകാർ മുഴുവൻ കൂടിയില്ലേ. അപ്പോൾ അതിൽ ഒരു വ്യക്തി കുട്ടിയോട് ചോദിച്ചു, കുട്ടി നീ സ്പഷ്ടമായിട്ട് പറ, ഈ സൂചി വീണ പോയിന്റ് എവിടെയാണ് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, സൂചി വീട്ടിൻ്റെ ഉള്ളിലാണ് വീണ് പോയത്. പിന്നെന്താ നീ ഇവിടെ തിരയുന്നത് ചോദിച്ചു. പിന്നെ അവിടെ ഇരുട്ടാണ്, ഇവിടെ കുറച്ച് വെളിച്ചം കണ്ടപ്പോൾ ഇവിടെ വന്ന് തിരയുകയാണ്. ഇതേപോലെയാണ് മനുഷ്യന്റെ അവസ്ഥ. നമ്മൾ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്തിയത് ഉള്ളിലാ. കുട്ടിയായിരുന്നു, ഉണ്ടായിരുന്നു, നഷ്ടപ്പെടുത്തിയത് ഉള്ളിലാ, തിരയുന്നത് പുറത്താ. വിലെന്തോ പെശകുണ്ടോ? അത് മാത്രം ചിന്തിച്ചാൽ മതി. സന്തോഷം നമ്മൾ കളഞ്ഞത് അമേരിക്കയിലാണെങ്കിൽ അവിടെ പോയിട്ട് കണ്ടുപിടിച്ചിട്ട് വരായിരുന്നു. നമ്മളത് കളഞ്ഞത് അതിരപ്പള്ളിയിലായിരുന്നെങ്കിൽ നമുക്ക് അവിടെ പോയി കണ്ടുപിടിക്കും. നമ്മളത് കളഞ്ഞത് ഉള്ളിലാണ്, തിരയുന്നത് പുറത്താണ്. ഇതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. കളഞ്ഞു പോയ സ്ഥലത്ത് പോയി തിരഞ്ഞാൽ കിട്ടുന്നത്. അത്രയേ ഉള്ളൂ. ഓക്കെ.